Okay, start. Hi students, good evening to all. Hi, good evening. Yes, good evening to all. Okay. Yeah, good evening. Ellarum good evening okku parayunnundu. Hi, good evening. Yes. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. CBSE എക്സാം ഒക്കെ എടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സൈലത്തിന്റെ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ കണ്ട് പഠിക്കുകയായിരിക്കും എല്ലാവരും. യെസ്, യാ, ഹായ്, ഗുഡ് ഈവനിങ്. യെസ്, ഹായ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, ഗുഡ് ഈവനിങ്. ഓക്കെ മക്കളെ, റിയാക്ഷൻസ് പല തരത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ, സോഡിയം വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻസ്. ഹായ് ഹായ് എല്ലാവരും. നന്ദന, സജി, ദ വണ്ടർ ബോയ്, എല്ലാവർക്കും ഹായ്. ഗുഡ് ഈവനിങ് വിഷ്ണു. യെസ്, സജി ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരുന്നു, സോറി ഫോർ ദി ഡിലേ. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, എല്ലാവരും റെഡിയാണ്. മാരത്തോൺ ഉണ്ടാവും. യെസ്, മാരത്തോൺ ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഗുഡ് ഈവനിങ്. സോ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ്, നമ്മുടെ 4th ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. സോളിഡ് സ്റ്റേറ്റ് ഒഴിവാക്കി, അപ്പോൾ അത് 3rd ചാപ്റ്റർ ആയിരിക്കും. യെസ്, സ്റ്റാർട്ട് ചെയ്യാലോ? വളരെ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ധാരാളം ചോദിക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് പഠിക്കാമല്ലോ? സെറ്റ് ആണല്ലോ? യെസ്, ഓക്കെ. സോ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർക്ക് കടക്കുന്നതിനേക്കാളും മുമ്പ് കെമിക്കൽ റിയാക്ഷൻസ് പല തരത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ, സോഡിയം വാട്ടറും ആയിട്ടുള്ള റിയാക്ഷൻ. സോഡിയം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തും. ഇറ്റ്സ് എ വെരി 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 ഫാസ്റ്റ് റിയാക്ഷൻ അല്ലേ? സോഡിയം നിങ്ങൾ വെള്ളത്തിലിട്ട് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, സോഡിയം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബേണോ. ഇറ്റ്സ് എ ഫാസ്റ്റ് റിയാക്ഷൻ. അതുപോലെ തന്നെയാണ് അയോണിക് റിയാക്ഷൻസ് എല്ലാം. അയോണിക് റിയാക്ഷൻസ് എല്ലാം എന്താണ്? വെരി വെരി ഫാസ്റ്റ് റിയാക്ഷൻസ് ആയിരിക്കും. സോ ഇതെന്തായിരിക്കും? ഫാസ്റ്റ് റിയാക്ഷൻസ് ആയിരിക്കും. ഇനി നമ്മുടെ വീട്ടിലൊക്കെ ഇരുമ്പുണ്ടാവും. ഇരുമ്പ് മീൻസ് അയൺ വെള്ളമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് തുരുമ്പ് പിടിക്കും. അറ്റ്മോസ്ഫിയറിക് വാട്ടർ ആയിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിക്കും ഇല്ലേ? അതിനാണ് നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. ഈ റസ്റ്റിംഗ് ഓഫ് അയണിന് ഒരു എത്ര ഡേ എടുക്കും? മേ ബി 1 വീക്ക് കൊണ്ടൊക്കെ റസ്റ്റിംഗ് ഓഫ് അയൺ നടക്കും. അപ്പോൾ 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് 3 വീക്സ് അങ്ങനത്തെ റിയാക്ഷൻസിനൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് മോഡറേറ്റ് റിയാക്ഷൻസ്. സോ റസ്റ്റിംഗ് ഓഫ് അയൺ എന്താണ്? മോഡറേറ്റ് റിയാക്ഷൻ ആണ്. ഇനി നമ്മൾ ലാസ്റ്റ് ഇയർ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട് ഡയമണ്ട് ഗ്രാഫൈറ്റ് ആവും. ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. നമ്മൾ ഹെസ്സസ് ലോ ഒക്കെ യൂസ് ചെയ്ത് സോൾവ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. റെസ്റ്റിംഗ് ഓഫ് തെർമോഡൈനാമിക്സിൽ ഡയമണ്ടിനെ ഗ്രാഫൈറ്റ് ആക്കാം. ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഹെസ്സസ് ലോ വെച്ച് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യെസ്, ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എടുക്കും ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയിട്ട് കൺവേർട്ട് ആവാൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വെരി 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 സ്ലോ പ്രോസസ്. അപ്പൊ എന്താണ്? ഇറ്റ്സ് എ വെരി സ്ലോ പ്രോസസ്. ഏത്? ഡയമണ്ട് ഗ്രാഫൈറ്റ് ആവുന്നത് എങ്ങനെയാ? ഇയേഴ്സ് എടുക്കും കൺവേർട്ട് ആവാൻ. വിൽ ടേക്ക് ഇയേഴ്സ്. യെസ്, അപ്പൊ നോക്കി, റിയാക്ഷൻസ് പല തരത്തിലുണ്ട്. ഫാസ്റ്റ് റിയാക്ഷൻസ് ഉണ്ട്, മോഡറേറ്റ് റിയാക്ഷൻസ് ഉണ്ട്, ആൻഡ് വെരി വെരി സ്ലോ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ കെമിസ്ട്രിയിൽ ഈ റിയാക്ഷൻസിന്റെ സ്പീഡിനെ കെമിസ്ട്രിയിൽ വിളിക്കുന്ന പേരാണിത് റേറ്റ്. സ്പീഡ് തന്നെയാണ് റേറ്റ്. കെമിസ്ട്രിക്കാർ കുറച്ചും കൂടി ഗാംഭീര്യത്തിൽ എന്തെന്ന് വിളിക്കും? റേറ്റ് എന്ന് വിളിക്കും. അപ്പൊ കെമിസ്ട്രിയിൽ ഈ റിയാക്ഷൻസിന്റെ സ്പീഡിനെ അഥവാ റേറ്റിനെ കുറിച്ച് സ്റ്റഡി നടത്തുന്ന ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ് എന്ത്? കെമിക്കൽ കൈനറ്റിക്സ്. സോ നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിലേക്ക് കിടക്കാലോ. ഗ്രാഫ് എല്ലാം പറയും അദ്വൈത്. ഗ്രാഫ് എല്ലാം ഡിസ്കസ് ചെയ്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഡിസ്കസ് ചെയ്ത് ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചിട്ട് നമ്മളിന്ന് അവസാനിപ്പിക്കാം. ഓക്കെ അദ്വൈത്? യെസ്. സോ കെമിക്കൽ കൈനറ്റിക്സ് ഈ ചാപ്റ്ററിൽ മെയിൻലി നമുക്ക് 2 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ? ആൻഡ് സെക്കൻഡ് ഈസ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഈ 2 കാര്യങ്ങളെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഗോയിങ് ഓൺ ടു ഫസ്റ്റ് തിങ്, റേറ്റ് ഓഫ് റിയാക്ഷൻ.
എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ? യെസ്, ഓക്കെ അദ്വൈത്. യാ, നമ്മൾ ഫിസിക്സിൽ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. എന്താ സ്പീഡ്? സ്പീഡ് ഈക്വൽ ടു, ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പീഡ് ഈക്വൽ ടു എന്താണ്? പറയൂ. സ്പീഡ് ഈക്വൽ ടു ഫിസിക്സിൽ നമ്മൾ എന്താ പഠിച്ചേ? ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നതാണ്. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം ടേക്കൺ ടു കവർ ദാറ്റ് ഡിസ്റ്റൻസ്. അലീന മതിയല്ലോ. ഈ വീഡിയോ മാത്രം ശ്രദ്ധിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല മാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ അലീന? യെസ്. അപ്പോ കമ്മിങ് ഓൺ ടു ദി ടോപ്പിക്. എന്താണ് സ്പീഡ്? സ്പീഡ് എന്ന് നമ്മൾ ഫിസിക്സിൽ പഠിച്ചത് എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ ആണ് നമ്മൾ ഇക്വേഷൻ ആയിട്ട് പഠിച്ചത്. പക്ഷെ കെമിസ്ട്രിയിൽ നോക്കിയേ, ഡിസ്റ്റൻസും ഇല്ല, ഡിസ്റ്റൻസ് ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ? റിയാക്റ്റൻസ്, പ്രോഡക്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? നമ്മുടെ ആകെ ഉള്ളത് റിയാക്റ്റൻസും, റിയാക്റ്റൻസ് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? പ്രോഡക്റ്റും. ഇവര് രണ്ടുപേര് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ കെമിസ്ട്രിയിൽ റേറ്റ് പറയാം അല്ലെങ്കിൽ സ്പീഡ് പറയാം. എങ്ങനെയാ? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ ഓർ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. ശരിയല്ലേ? ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ റേറ്റ് എങ്ങനെയാ പറയാ? rate of a reaction equal to increase വേണ്ട, change in concentration of reactant or product by time taken for that change. Yes, appo idana endu rate in terms of chemistry. Okay Advait, log edukana karyakke padipichu tharam. Yes, ellarum parayundallo. Okay, wonder boy. Yes, okay, appo rate endana in terms of chemistry? Endha change in concentration of reactant or product by time taken for that change. Idana endu rate of a reaction. Ipo thanne makkalukku manasilayi kanam rate of reaction രണ്ട് തരത്തിൽ പറയാൻ പറ്റും. ഏത് രണ്ട് തരത്തിലാ? ഇൻ ടേംസ് ഓഫ് റിയാക്റ്റന്റ് ആൻഡ് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് എ റിയാക്ഷൻ പറയാം. ഒന്നുകൂടി പറയാലോ, ഉത്തരം പറഞ്ഞ കാര്യം. റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ റിയാക്റ്റന്റ് ഓർ പ്രോഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അത് തന്നെയാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നതും. ഓക്കെ, ദെൻ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടു വേസ്. എങ്ങനെയാ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റന്റ്. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റന്റ് ഡിസപ്പിയർ ചെയ്ത് പോവാം. ദെൻ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്റ്റിന്റെ ഫോർമേഷൻ. ഈ രണ്ട് ടേംസിലും നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് റിയാക്ഷൻ പറയാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ചെയ്യാലോ. ഫസ്റ്റ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്റ്റന്റിന്റെ ടേംസിൽ സി ഒരു ആർ എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ്, ആ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? പ്രോഡക്റ്റ് പി. റേറ്റ് ഓഫ് എ റിയാക്ഷൻ എങ്ങനെ പറയാം? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ടൈം ടേക്കൺ. അതാണ് ഇക്വേഷൻ. നോക്ക്, നമ്മുടെ T1 ടൈമിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ R1 ആണെന്ന് വിചാരിക്കാം. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എത്രയാ മക്കളെ? R1. ഇനി T2 ടൈമിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? R2 ആണ്. സോ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാലോ. എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, റിയാക്റ്റന്റിനാണ് റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. സോ ആരായിരിക്കും കൂടുതൽ? R2 ആയിരിക്കും, R1 ആയിരിക്കും കൂടുതൽ? R1 ആയിരിക്കും, R2 ആയിരിക്കും കൂടുതൽ? യെസ്, R2 വിൽ ബി ഗ്രേറ്റർ ദാൻ R1 ആയിരിക്കും. റിയാക്റ്റന്റ് ആണല്ലോ, റിയാക്ട് ചെയ്ത് പോയിണ്ടാവല്ലോ. അപ്പൊ എന്തായിരിക്കും? R1 വിൽ ബി ഗ്രേറ്റർ ദാൻ R2. യെസ്. അപ്പൊ എന്താ ഇവിടെ എഴുതാ? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ടൈം ടേക്കൺ എന്ത് വരും? R2 മൈനസ് R1. ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ബൈ ടൈം ടേക്കൺ എത്രയാ? T2 മൈനസ് T1. യെസ്. ഇനി നമുക്കറിയാം R2 ആയിരിക്കും ചെറുത്, R1 ആയിരിക്കും വലുത്. അപ്പൊ നോക്കി, ഈ മൊത്തം ക്വാണ്ടിറ്റി ഒരു നെഗറ്റീവ് വാല്യൂ വരില്ലേ?
ഇല്ലടാ, R2 ചെറുതായിരിക്കും, R1 വലുതായിരിക്കും. സോ R2 മൈനസ് R1 എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ? റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിരിക്കും? ഓൾവേസ് 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 റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഈ ടേമിനെ, ഈ എഴുതിയ ടേമിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. യെസ്, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് വരും? -1 ഇൻറ്റു R2 മൈനസ് R1നെ മിസ് എന്തായിട്ട് എടുത്തു? ഡെൽറ്റ R എന്ന് എടുത്തു. ആൻഡ് T2 മൈനസ് T1നെ ഡെൽറ്റ T ആയിട്ട് എടുത്തു. സോ -1 ഇൻറ്റു ഡെൽറ്റ R, concentration of change in concentration of reactant by change in concentration, change in time, delta T. ഇതിനെങ്ങനെ എഴുതാം? മൈനസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതാണ് എന്ത്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സെറ്റ് ആണല്ലോ? യെസ്, ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടന്റ്, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ക്ലിയർ ആയല്ലോ? യെസ്, ഓക്കെ, ഫൈൻ. Then we are moving on to rate of reaction in terms of product. Product in terms ലെ എങ്ങനെ rate of reaction എഴുതാം? ഇവിടെ നമ്മൾ എടുക്കാണ് reactants get converted to product P. ഇവിടെ T1 ടൈമിൽ നമ്മുടെ concentration of product എത്ര എടുക്കാണ്? P1 എടുക്കാണ്. T2 ടൈമിൽ concentration of product എത്രയാണ്? P2 എടുക്കാണ്. ഇവിടെ നോക്കി, പ്രൊഡക്റ്റ് ഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ P1 ആയിരിക്കോ P2 ആയിരിക്കോ കൂടുതൽ? പ്രൊഡക്റ്റിന്റെ ഫോർമേഷൻ നടക്കുമ്പോൾ P1 ആയിരിക്കോ P2 ആയിരിക്കോ കൂടുതൽ? യെസ്, ആരായിരിക്കും? P2 വിൽ ബി ഗ്രേറ്റർ ദാൻ P1. സോ നമ്മുടെ റേറ്റ് എന്തായിരിക്കും? റേറ്റ് ഈക്വൽ ടു എന്തായിരിക്കും? P2 മൈനസ് P1 ബൈ T2 മൈനസ് T1. ഇത് നേരത്തെ റിയാക്ടന്റ് എഴുതിയ പോലെ തന്നെ എഴുതാലോ. എന്തായിരിക്കും? P2 മൈനസ് P1നെ ഡെൽറ്റ P എടുക്കും. T2 മൈനസ് T1നെ എന്താക്കും? ഡെൽറ്റ T എടുക്കും. യെസ്, സോ റേറ്റ് ഈക്വൽ ടു ഡെൽറ്റ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇതായിരിക്കും എന്ത്? റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ്. യെസ്, അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാൻ എല്ലാവരും പഠിച്ചല്ലോ. ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ് എല്ലാവരും പഠിച്ചല്ലോ. യെസ്, ഓക്കെ. യെസ്, സോ നമ്മൾ പഠിച്ചു റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാൻ പഠിച്ചു ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് ഇൻ ടേംസ് ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് നമുക്ക് രണ്ട് തരത്തിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും രണ്ട് തരത്തില് റേറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു ചേഞ്ച് ഇൻ ടൈം വന്നല്ലോ. ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഫാക്ടർ, ഒരു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടല്ലോ. ആവറേജ് റേറ്റിൽ ഈ ഡെൽറ്റ ടിയുടെ വാല്യൂ ലാർജ് ആയിരിക്കും. ഡെൽറ്റ ടിയുടെ വാല്യൂ ആവറേജ് റേറ്റിൽ ലാർജ് ആയിരിക്കും. അതേസമയം ഇൻസ്റ്റന്റേനിയസ് റേറ്റിൽ ഡെൽറ്റ ടിയുടെ വാല്യൂ വളരെ 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 ചെറുതായിരിക്കും. ഇറ്റ് അപ്രോച്ചസ് ടു 0. ഡെൽറ്റ ടിയുടെ വാല്യൂ വളരെ ചെറുതായിരിക്കും. എത്രയായിരിക്കും? ഒരു 0യുടെ അടുത്തായിരിക്കും എന്ത്? ചേഞ്ച്. അങ്ങനത്തെ റിയാക്ഷൻ, അങ്ങനത്തെ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. യെസ്, ഓക്കെ. സോ റേറ്റ് ഓഫ് റിയാക്ഷനെ രണ്ട് തരത്തിൽ പഠിക്കാം. ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും രണ്ടും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാമല്ലോ. നിങ്ങൾ റെഡി അല്ലേ? യെസ്, ഓക്കെ. ഫസ്റ്റ് വൺ, ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് എല്ലാവരും റെഡി അല്ലേടാ പഠിക്കാൻ? യെസ്, ഓക്കെ. ആവറേജ് റേറ്റ് എന്താണ്? സപ്പോസ് ഞാനിവിടെ കാലിക്കറ്റിൽ നിന്ന് തൃശ്ശൂർ പോവാണ്. തൃശ്ശൂർ പോവാൻ ഓൾമോസ്റ്റ് ഒരു 3 hours. 3 hours. അപ്പം ഡെൽറ്റ ടി എനിക്ക് ചേഞ്ച് ഇൻ ടൈം വരാം 3 hours ആണ്. ഇവിടുന്ന് ഞാനൊരു 60 km/h ആണ് ആവറേജ് സ്പീഡ് പറയണേ. ദാറ്റ് ഈസ് ആവറേജ് സ്പീഡ്
ഒരു 60 km/h ആണെന്ന് വിചാരിക്കാം. എല്ലാ സമയവും ഈ 3 hours ഫുള്ള് ഞാൻ 60 km/h പോയിണ്ടാവാ? അല്ലല്ലോ. ഇടയ്ക്ക് ബ്ലോക്ക് വരുമ്പോൾ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടാവും, സിഗ്നൽ വന്നപ്പോൾ വണ്ടി നിർത്തിയിട്ടുണ്ടാവും. ഇനി നല്ല റോഡാണെങ്കിൽ ഞാനൊരു 90-80 km/h പോയിട്ടുണ്ടാവാം ഇല്ലേ? ത്രൂ ഔട്ട് ഞാൻ 60 km/h ആയിരിക്കില്ലല്ലോ. 90 വന്നിട്ടുണ്ടാവും, 100 വന്നിട്ടുണ്ടാവും, 0 വന്നിട്ടുണ്ടാവും, 20 വന്നിട്ടുണ്ടാവും. സോ ഇതിൻ്റെ ഒക്കെ ഒരു ആവറേജ് ആയിട്ട് ഈ 3 hours ആവറേജ് ഒരു 60 km/h വന്നതെന്ന് പറയാം. അതുപോലെ തന്നെയാണ് റേറ്റ് ഓഫ് റിയാക്ഷനിലും. ഇത്രയും സമയത്തിനുള്ളിൽ ആവറേജ് ആയിട്ട് ഈ റിയാക്ഷൻ ഇത്ര സ്പീഡിൽ നടന്നു. അതാണ് എന്ത്? ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ക്ലിയർ ആയോടാ? യെസ്, ക്ലിയർ ആയല്ലോ. സോ ആവറേജ് റേറ്റ് എന്താണ്? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓവർ എ ടൈം പീരീഡ്. ഈ ടൈം പീരീഡ് എത്രയാവാം? ലാർജ് ടൈം പീരീഡ് ആവണം. യെസ്, ലാർജ് ടൈം പീരീഡ് ആവണം. നമുക്ക് എഴുതാലോ. ഫോർ എക്സാമ്പിൾ റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. റിയാക്റ്റൻസ് റിയാക്ട് ചെയ്തു പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇവിടെ എന്തുണ്ടാവും? റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. തെറ്റില്ലോ. റിയാക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യും, പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും അല്ലേടാ? ഇനി കാർത്തിക് ഹായ്, ഇപ്പോഴാണ് വരുന്നത്. ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇക്വേഷൻസ് മാത്രം പഠിച്ച് നമുക്ക് പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. സോ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു പോയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് നന്നായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തുണ്ടാവും? ഇനി ആവറേജ് റേറ്റ് എഴുതാൻ പഠിക്കണ്ടേ? ആവറേജ് റേറ്റ് ഈക്വൽ ടു എങ്ങനെയാ? റിയാക്റ്റന്റ് കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്യാണ്. അപ്പൊ അവിടെ നെഗറ്റീവ് സൈൻ ഇടാൻ മറക്കരുത്. മൈനസ് ഇൻറ്റു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി. ഇത് തന്നെയായിരിക്കും എന്ത്? പ്രൊഡക്റ്റിന്റെ ടേംസിൽ എഴുതിയാലും എന്തായിരിക്കും? ഡെൽറ്റ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി. ക്ലിയർ ആയല്ലോ? അലീന, റെസ്റ്റിംഗ് ഓഫ് അയൺ ഒരു മോഡറേറ്റ് റിയാക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. യെസ്, സ്ലോ അല്ല, മോഡറേറ്റ് ആണ്. കാരണം നമ്മുടെ വിസിബിൾ ഐസ് കൊണ്ട് കാണാൻ സാധിക്കാവുന്നത് ഒരു റിയാക്ഷൻ ആണ് എന്ത്? റെസ്റ്റിംഗ് ഓഫ് അയൺ. യെസ്, ഓക്കെ. സോ ആവറേജ് റേറ്റ് എഴുതാൻ എല്ലാവരും പഠിച്ചല്ലോ. ദെൻ വി മൂവ് ഓൺ ടു ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവ് ചെയ്ത് കാലിക്കറ്റ് ടു തൃശ്ശൂർ പോവാണ്. ആവറേജ് സ്പീഡ് 60 km/h ആണെന്ന് വിചാരിക്കാം. നോക്ക്, ക്യാമറ വരും. പോലീസുകാർ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ റോട്ടിൽ ഫുള്ള്. അവർ നമ്മൾ എത്ര സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കണേന്നൊന്നും നോക്കില്ല. ക്യാമറയുടെ അടുത്തെത്തുമ്പോൾ എത്രയാണോ നമ്മുടെ സ്പീഡ്, 90 ആണോ, 80 ആണോ, 100 ആണോ, ക്യാമറയുടെ മുമ്പിൽ നമ്മുടെ സ്പീഡ് എത്രയാണോ ആ ഇൻസ്റ്റന്റിലുള്ള നമ്മുടെ സ്പീഡ് എത്രയാണോ അത് മാത്രമേ എന്ത് ക്യാപ്ചർ ചെയ്യുള്ളൂ? ക്യാമറ ക്യാപ്ചർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റും. ആ ഇൻസ്റ്റന്റിലുള്ള സ്പീഡ്, ആ ഇൻസ്റ്റന്റില്, ആ മൊമെന്റില് റിയാക്ഷന്റെ റേറ്റ് എത്രയാണോ അതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ക്ലിയർ? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് മനസ്സിലായല്ലോ? ആ ഇൻസ്റ്റന്റില്, ആ മൊമെന്റില് റിയാക്ഷന്റെ സ്പീഡ് എന്താണോ അതാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. യെസ്, ഓക്കെ. സോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്താന്ന് മനസ്സിലായി. ഇവിടെ ഡെൽറ്റ ടി എന്താണ്? ഇൻസ്റ്റന്റിൽ നടക്കുന്നതാണ്. സോ ടൈം ഇന്റർവെൽ എന്തായിരിക്കും? വെരി 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 സ്മോൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ ടി അപ്രോച്ചസ് 0. ഇവിടെ നമ്മൾ എങ്ങനെ റേറ്റ് എഴുതും? റേറ്റ് ഈക്വൽ ടു നമുക്കൊരു റിയാക്ഷൻ കൺസിഡർ ചെയ്യാമല്ലോ. സേ ആർ റിയാക്റ്റൻസ് ഗിവ്സ് യു പി പ്രോഡക്റ്റ്. റേറ്റ് എങ്ങനെ എഴുതും? റിയാക്റ്റന്റെ ടേംസിൽ ഇൻസ്റ്റന്റേനിയസ് എഴുതിയാലും ആവറേജ് എഴുതിയാലും നെഗറ്റീവ് സൈൻ മറക്കാണ്ട് ഇടണം. യെസ്, എന്താണ്? മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി. ആവറേജിൽ ഡെൽറ്റ ആയിരുന്നു, ഇവിടെ വരുമ്പോ ആരാ? ഡി ആണ്. മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് ആർ ബൈ ഡി ടി ഈക്വൽ ടു
പ്രൊഡക്റ്റിന്റെ ടേംസിൽ എഴുതാം. എന്താ? d കോൺസെൻട്രേഷൻ ഓഫ് p by dt. യെസ്, എങ്ങനെയാണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാം. യെസ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റില് d ആണ്, ആവറേജ് റേറ്റില് ഡെൽറ്റ ആണ്. പിന്നെ എന്താ ഓർത്ത് വെക്കണ്ടേ? റിയാക്ടിന്റെ ടേംസിൽ എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ ഇടണം. റിയാക്ടിന്റെ ടേംസിൽ എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ നിർബന്ധമാണ്. യെസ്, ക്ലിയർ ആയല്ലോ? ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. യെസ്, ഓക്കെ, ക്ലിയർ? യെസ്, ഓക്കെ. റോസ് മരിയ ഡി ആൻഡ് എഫ് എടുക്കുമല്ലോ, ഡി ആൻഡ് എഫ് എടുക്കാം കേട്ടോ. യെസ്, ഓക്കെ. സോ ഇവിടെ റിയാക്ഷൻ ഇത്രയും നേരം ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എല്ലാം 1 ആയിരുന്നു. ഇവിടെയൊക്കെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയിരുന്നു. ഇനി സപ്പോസ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 അല്ലാത്ത റിയാക്ഷൻസ് വരാണ്. A moles of A plus B moles of B gives you C moles of C plus D moles of D. ഈ റിയാക്ഷൻസ് തരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് ആൻഡ് ആവറേജ് റേറ്റ് എഴുതും? ഒരു ഡിഫറൻസും ഇല്ല. നിങ്ങളുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതിയാൽ മതി. എഴുതി കാണിച്ചു തരാം മിസ്. എങ്ങനെ എഴുതും? A plus BB gives you CC plus DD. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിന്റെ റെസിപ്രോക്കൽ എടുക്കാം, മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് എഴുതാലോ? യെസ്, എഴുതാലോ? ഓക്കെ. എന്ത് വരും? റേറ്റ് ഈക്വൽ ടു ആവറേജ് റേറ്റ് ആണ് ഫസ്റ്റ് ഇടേണ്ടത്. എന്താ? ഡെൽറ്റ ആയിരിക്കും സിമ്പിൾ. മൈനസ് 1/A. എയുടെ റെസിപ്രോക്കൽ ആണ് 1/A. സ്മോൾ എയുടെ റെസിപ്രോക്കൽ എടുത്തു 1/A into delta concentration of A by delta T. This will be equal to minus reactant ആയതുകൊണ്ട് minus 1/B into delta concentration of B by delta T equal to. ഇനി പ്രൊഡക്റ്റിന്റെ ടേംസിൽ എഴുതണം. എങ്ങനെയാ? മൈനസ് സൈൻ വേണ്ട, പ്ലസ് സൈൻ ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല. 1/C into delta concentration of C by delta T equal to 1/D into delta concentration of D by delta T. Yes, clear? Average rate എഴുതാൻ പഠിച്ചോ? Yes, average rate എഴുതാൻ ക്ലിയർ ആയോ എല്ലാവർക്കും? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ആവറേജ് റേറ്റ് എഴുതുന്നത് ക്ലിയർ ആയോ? യെസ്, ഓക്കെ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വി മൂവ് ഓൺ ടു ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ എഴുതും? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെയാണ്? ഇൻസ്റ്റന്റേനിയസ് റേറ്റിൽ ഡി ആണ്, ഡെൽറ്റ അല്ല. എങ്ങനെ എഴുതാം? ഇതുപോലെ തന്നെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതണം. യെസ്, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വലിയ വാല്യൂവും ഡി നമ്മളെ ഡിഫറൻഷ്യലിലൊക്കെ വരുന്ന തീരെ ചെറിയ വാല്യൂമാണ്. കെവിൻ, ഓക്കെ? യെസ്, ഓക്കെ. അപ്പൊ എന്ത് വരും? 1/A into D concentration of A by dt equal to minus 1/B into D concentration of B by dt equal to 1/C into D concentration of C by dt equal to 1/D into D concentration of capital D by dt. എങ്ങനെയായിരിക്കും എന്തോ? ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാം. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നിങ്ങളുടെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. റൈറ്റ് ദി ആവറേജ് റേറ്റ് ആൻഡ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഫോർ ദി ഗിവൺ റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. യെസ്, ഓക്കെ. ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. യെസ്, എല്ലാവരും ക്ലിയർ ആയെന്ന് പറയുന്നുണ്ട്. യാ, ഓക്കെ കെവിൻ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനുള്ളവിടെ. എന്താണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും റേറ്റ് ഓഫ് അപ്പിയറൻസും. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രൊഡക്റ്റ്. നോക്കേ, ഇവിടെ മിസ് റേറ്റ് എഴുതിയിട്ടുണ്ട്. ഈ റേറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടന്റ് എഴുതാം, അപ്പിയറൻസ് ഓഫ് പ്രൊഡക്റ്റും എഴുതാം. യെസ്,
നോക്കിയേ, ഈ 1/a എന്ന് പറഞ്ഞ ടേമിനെ ഒഴിവാക്കിയിട്ട് ബൈ ഈ ടേം മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ആയിരിക്കും. ഈ ടേം മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി ആയിരിക്കും. ഈ ടേം മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് റേറ്റ് ഓഫ് appearance of C and this one will be rate of appearance of D. Clear? ഇത് ഏത് ടേംസിലും വേണമെങ്കിലും പറയാം, ഇൻസ്റ്റന്റേനിയസിലും പറയാം, ആവറേജ് റേറ്റിലും പറയാം, രണ്ടിലും പറഞ്ഞാലും ശരിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാലോ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ ഇൻസ്റ്റന്റേനിയസിന്റെ ടേംസിൽ എഴുതാം. ഏത് വരാം? ഈ ടേം മാത്രമേ വരുള്ളൂ. യെസ്, എഴുതാലോ. minus d concentration of A by dt equal to then rate of disappearance of B എന്തായിരിക്കും? minus d concentration of B by dt. ഇനി rate of appearance of C എന്താ വരാ? ഈ ഒരു ടേം മാത്രമേ വരുള്ളൂ. എഴുതാലോ. യെസ്, എന്ത് വരും? d concentration of C by dt. then rate of appearance of D എന്തായിരിക്കും? ഈ ഒരു ടേം മാത്രമേ വരുള്ളൂ. യെസ്, ഈ റെസിപ്രോക്കലിന്റെ ടേം വരില്ല. ഓക്കെ, അപ്പൊ എന്ത് വരും? ഡി കോൺസെൻട്രേഷൻ ഓഫ് ഡി ബൈ ഡി ടി. ഇതാണ് എന്ത്? റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് റിയാക്ടൻസ് ചോദിച്ചാലോ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടൻസും റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രൊഡക്ട്സ് ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? യെസ്, ക്ലിയർ ആയല്ലോ? yes okay clear. അലീന, റസ്റ്റിംഗ് ഓഫ് അയൺ നമ്മളൊരു മോഡറേറ്റ് റിയാക്ഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. യെസ്, അലീന ഓക്കെ ആണോ? നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ തന്നെ റസ്റ്റിംഗ് ഓഫ് അയൺ കാണാൻ പറ്റുന്നുണ്ട്. സോ അതൊരു മോഡറേറ്റ് റിയാക്ഷൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. സ്ലോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നവരെയാണ് സ്ലോ റിയാക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അലീന? യെസ്, ഓക്കെ. സോ ഇനി കുറച്ച് എക്സാമ്പിൾസ് സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇക്വേഷൻസ് ആണ് തരാം. ഇക്വേഷൻസ് തന്നിട്ട് ചോദിക്കാം write the average rate of this reaction and write the instantaneous rate of this reaction. യെസ്, അപ്പൊ നമുക്ക് എഴുതിയാലോ? മിസ്സിന്റെ കൂടെ എല്ലാവരും ചെയ്യില്ലേ? യെസ് ഓക്കെ. ഫസ്റ്റ് Hg plus Cl2 gives HgCl2. അലീന ഞാൻ നോക്കിയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, Hg plus Cl2 gives you HgCl2. എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു ഫസ്റ്റ് റിയാക്ടിന്റെ ടേംസിൽ വരുമ്പോൾ നെഗറ്റീവ് സൈൻ കൊടുക്കണം. ആവറേജ് റേറ്റ് ആണ്, സോ ഡെൽറ്റ ഇടണം. മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Hg by delta T equal to minus delta concentration of Cl2 by delta T equal to. ഇനി പ്രോഡക്റ്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ്റെ ആവശ്യമില്ല. കാരണം എന്താ? പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ്. therefore delta concentration of HgCl2 by delta T change in time. യെസ്, ഓക്കെ. ഇനി അടുത്ത എഴുതാലോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെയാണ് എഴുതാം? വിത്ത് ഡി, സ്മോൾ ഡി വെച്ചിട്ടാണ്. എങ്ങനെയാ? റിയാക്ടിന്റെ ടേംസിൽ എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ വേണം, മറക്കരുത്. മൈനസ് ഡി കോൺസെൻട്രേഷൻ ഓഫ് Hg by dt equal to minus d concentration of Cl2 by dt equal to d concentration of HgCl2 by dt. യെസ്, കിട്ടിയോ? ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എഴുതുന്നത് ക്ലിയർ ആയോടോ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇക്വേഷൻസ് തന്നിട്ട് എഴുതാനാണ് ചോദിക്കുക. ബെന്യാമിൻ തോമസ്, റേറ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇപ്പൊ നീ റേറ്റ് എഴുതാൻ ആദ്യം പഠിക്കേ. യെസ്, ഓക്കെ. സോ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും എഴുതാൻ പഠിച്ചല്ലോ എല്ലാവരും? ഓക്കെ, യെസ്. ദെൻ കംസ് ടു വേറൊരു റിയാക്ഷൻ. ഇത് ടെക്സ്റ്റിലെ റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇവിടെയൊക്കെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഉണ്ട്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? അതിന്റെ റെസിപ്രോക്കൽ എടുത്ത്
മൾട്ടിപ്ലൈ ചെയ്യണം. യെസ്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും അപ്പിയറൻസും ഏത് ടേംസിൽ വേണമെങ്കിലും എഴുതാം. അഭിരാമി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആവറേജ് റേറ്റ് എങ്ങനെ എഴുതാം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മറക്കരുത്. എന്തെഴുതും? ആവറേജ് റേറ്റ് ഈക്വൽ ടു എന്ത് വരും? റിയാക്റ്റന്റ് ആണ് -1/5 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് BR മൈനസ് ബൈ ഡെൽറ്റ ടി. പിന്നെ ഇവിടെ 1 ആണ്, എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഈക്വൽ ടു മൈനസ് ഡെൽറ്റ BrO3 മൈനസ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഇവിടെ 6 ആണ്, -1/6 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു. ഇനി എന്താ? പ്രോഡക്ട്സ് ആണ്, ഇവരെല്ലാവരും പ്രോഡക്ട്സ് ആണ്. എങ്ങനെ വരും? 1/3 ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് Br2 ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു, താഴേക്ക് ഇറക്കി എഴുതുന്നുണ്ട്. എന്ത് വരും? 1/3 ഇൻറ്റു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2O ബൈ ഡെൽറ്റ ടി. യെസ്, ആവറേജ് റേറ്റ് എഴുതാൻ പഠിച്ചല്ലോ. ഓക്കെ, യെസ്. ശിവ ആൻഡ് കൃഷ്ണ, ഇത് ടെക്സ്റ്റിൽ ഇക്വേഷൻ ആടാ. BR മൈനസ് എങ്ങനെ വരുന്നു? ടെക്സ്റ്റിൽ ഇക്വേഷൻ ആണ്. യെസ്, ഇക്വേഷനിലുള്ളതാട്ടോ BR മൈനസ്. ഓക്കെ, ദെൻ കംസ് ടു ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എങ്ങനെ എഴുതാം? ഈ ഡെൽറ്റയ്ക്ക് പകരം അവിടെ എല്ലാം D ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആവും. ഓക്കെ, എന്തോരും? -1/5 D കോൺസെൻട്രേഷൻ ഓഫ് BR മൈനസ് ബൈ DT ഈക്വൽ ടു, പിന്നെ ഇവിടത്തെ 1 ആണ്, -D കോൺസെൻട്രേഷൻ ഓഫ് BrO3 മൈനസ് DT ഈക്വൽ ടു -1/6 ഇൻറ്റു D കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ബൈ DT ഈക്വൽ ടു. ഇനി പ്രോഡക്റ്റിന്റെ ടേംസിൽ എന്ത് വരും? 1/3 ഇൻറ്റു D കോൺസെൻട്രേഷൻ ഓഫ് Br2 ബൈ DT ഈക്വൽ ടു എന്ത് വരും? 1/3 ഇൻറ്റു D കോൺസെൻട്രേഷൻ ഓഫ് H2O ബൈ DT. യെസ്, ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോടാ? ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസും റേറ്റും എഴുതാൻ ക്ലിയർ ആയോ? എക്സാമ്പിൾ ഓക്കെ ആണോ? യെസ്, ഇത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഈ 2 എക്സാമ്പിൾസും ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചും കണ്ടിട്ടുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, സോ ഇതും കൂടെ എഴുതാം. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് BR മൈനസും റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് റിയാക്ടൻസും റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് പ്രോഡക്ട്സും ഇതും കൂടെ എഴുതി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. എങ്ങനെ എഴുതാം? എന്താ പറഞ്ഞേ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് വരുമ്പോൾ ഈ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റിന്റെ ആവശ്യമില്ല. ആര് മാത്രം മതി? ഇവരിൽ മാത്രം മതി, ഈ ആൾക്കാർ മാത്രം മതി. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസും റേറ്റ് ഓഫ് അപ്പിയറൻസും എഴുതുമ്പോൾ എഴുതാലോ. എന്ത് വരും? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് BR മൈനസ് എന്താടാ? D minus D concentration of BR minus by DT. Then BrO3 D concentration of BrO3 minus by DT. Then rate of appearance of BR2. BR2 പ്രൊഡക്റ്റിലാണ്, ശ്രദ്ധിച്ച് എഴുതണം. എന്ത് വരും? D concentration of BR2 by DT. Then rate of disappearance of H plus. Rate of disappearance of H plus reactant സൈഡിലാണ് മൈനസ് സൈൻ വേണം. D concentration of H plus by DT. എഴുതാൻ പഠിച്ചല്ലോ? യെസ്, എഴുതാൻ പഠിച്ചല്ലോ എല്ലാവരും? ഓക്കെ, യെസ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളുടെ എക്സാമിന് മുമ്പ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ചെയ്ത് നോക്കാം. യെസ്, മിസ് ക്വസ്റ്റ്യൻ വായിക്കാം. കോണ്ടാക്ട് പ്രോസസ് ഈസ് യൂസ്ഡ് ഇൻ ദി ഫോർമേഷൻ ഓഫ് സൾഫർ ട്രൈ ഓക്സൈഡ്. തന്നിട്ടുണ്ട് 2SO2 plus O2 in equilibrium with 2SO3. The rate of reaction can be expressed
ഓക്സിജൻ റിയാക്ടന്റ് ടേംസിലാണ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ തന്നിരിക്കുന്നത്. ദെൻ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് SO2 വിൽ ബി, യെസ്, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് SO2 വിൽ ബി. നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ എഴുതാം. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്? റിയാക്ഷൻ ആദ്യം എടുത്ത് എഴുതാം. 2SO2 plus O2 gives you 2SO3. Rate of reaction equal to എന്ത് വരുടാ? -1/2 into delta concentration of SO2 by delta T equal to minus delta concentration of oxygen by delta T. ഇതല്ലേ വരെ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇനി ഇവിടെ നോക്കിയേ, മൈനസ് ഡെൽറ്റ O2 ബൈ ഡെൽറ്റ T എത്രയാണ് തന്നേക്കണേ? 2.5 into 10 raised to minus 4. 2.5 into 10 raised to minus 4. എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് സൾഫർ ഡയോക്സൈഡ്. എന്ത് വരും? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് സൾഫർ ഡയോക്സൈഡ്, ഡിസപ്പിയറൻസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് SO2 equal to എന്താണ്? മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് SO2 ബൈ ഡെൽറ്റ T. ഇതല്ലേ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് സൾഫർ ഡയോക്സൈഡ്. എന്ത് ചെയ്യണം? ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. വേണ്ടേ? 2നെ ഇവിടേക്ക് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് സൾഫർ ഡയോക്സൈഡ് കിട്ടും. ദാറ്റ് ഈസ് 2 into 2.5 into 10 raised to minus 4. 2 into 2.5 എത്രയാ? 2.5 into 2 gives you 5. 5 into 10 raised to minus 4. ഇതിനെ കുറച്ച് ഭംഗിയിൽ എഴുതാലോ. എങ്ങനെ എഴുതാം? 50 into 10 raised to minus 5 mole liter raised to minus 1 second raised to minus 1. ഓക്കെ, നോക്കിയേ ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, 50 into 10 raised to minus 5 mole liter raised to minus 1 second raised to minus 1. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയോ? കോണ്ടാക്ട് പ്രോസസ്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിന്റെ പേരാണ് കോണ്ടാക്ട് പ്രോസസ്. അതിൽ നടക്കുന്ന ഒരു റിയാക്ഷൻ ആണ് 2SO2 plus O2 gives you 2SO3. വണ്ടർ ബോയെ, ക്ലിയർ ആയോ? യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ ഈ പ്രോബ്ലം എല്ലാവർക്കും സെറ്റ് ആയെന്ന് വിചാരിക്കുന്നു. സെറ്റ് ആയില്ലടാ? യെസ്, ഓക്കെ. നൗ വി മൂവ് ഓൺ ടു യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് എന്തായിരിക്കും? നമുക്ക് ഫസ്റ്റ് റേറ്റ് ഓഫ് റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാം. റേറ്റ് ഈക്വൽ ടു എങ്ങനെയാ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഫുൾ എഴുതുന്നില്ലേ? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ബൈ ടൈം ടേക്കൺ. സോ മേലെ കോൺസെൻട്രേഷനും ന്യൂമറേറ്റർ കോൺസെൻട്രേഷനും ഡിനോമിനേറ്ററിൽ ടൈം ടേക്കൺ ആണ്. കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പല ടേംസും പഠിച്ചിട്ടുണ്ട്. മൊളാലിറ്റി സൊല്യൂഷൻ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്, ഇല്ലേടാ? യെസ്. കോൺസെൻട്രേഷന്റെ ടേം എന്തായിരിക്കും? മോൾസ് പെർ ലിറ്റർ. മോൾസ് പെർ ലിറ്റർ ബൈ ടൈം ടേക്കൺ. ടൈം എത്രയാവാം? സെക്കൻഡ് ആവാം, മിനിറ്റ് ആവാം, അവർ ആവാം. സോ സെക്കൻഡിൽ എടുക്കുകയാണെങ്കിൽ എന്തൊരു യൂണിറ്റ്? മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 സെക്കൻഡ് റേസ് ടു മൈനസ് 1. ഇനി മിനിറ്റിൽ എടുക്കുകയാണല്ലോ മോൾ പെർ ലിറ്റർ ബൈ മിനിറ്റ്. ടൈം മിനിറ്റിൽ എടുക്കുകയാണെങ്കിൽ ബൈ മിനിറ്റ് വരും. സോ എന്തായിരിക്കും? മോൾ ലിറ്റർ റേസ് ടു മൈനസ് 1 മിനിറ്റ് റേസ് ടു മൈനസ് 1. അവറിൽ എടുക്കുകയാണെങ്കിൽ മിനിറ്റിന് പകരം അവർ റേസ് ടു മൈനസ് 1 എന്ന് വരും. സോ യൂണിറ്റ് ക്ലിയർ ആയോ? എടാ 5 എങ്ങനെ 50 ആയെന്നുള്ളത് ഞാനിവിടെ 10 raised to minus 4 എന്നുള്ളത് 10 raised to minus 4 എന്നുള്ളത് 10 raised to minus 5 ആക്കിയപ്പോഴാണ് 5 എന്തായത്? 50 ആയത്. ബേസിക് മാത്സ് ആണ് നന്ദ, ബേസിക് മാത്സ് ആണ്, കെമിസ്ട്രി അല്ല. ഓക്കെ, യെസ്, ഓക്കെ. സോ യൂണിറ്റ് ഓഫ് റിയാക്ഷൻ പഠിച്ചല്ലോ എല്ലാവരും? നന്ദേ ക്ലിയർ ആയോ? യെസ്, ഓക്കെ. സോ യൂണിറ്റ് ഓഫ് റിയാക്ഷൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. Then we move on to factors influencing rate of reaction.
എന്തൊക്കെ ഫാക്ടേഴ്സ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? NCERT ടെക്സ്റ്റ് പ്രകാരം 3 ഫാക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, ആൻഡ് സെക്കൻഡ് വൺ ടെമ്പറേച്ചർ, തേർഡ് വൺ ഈസ് കാറ്റലിസ്റ്റ്. ഈ 3 ഫാക്ടേഴ്സ് ആണ് NCERT ടെക്സ്റ്റ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ പഠിക്കാലോ. ഫസ്റ്റ് വൺ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ റേറ്റ് ഓഫ് ദി റിയാക്ഷനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും? നമുക്ക് നോക്കാം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന്. സോ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ എടുക്കണം. എ ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ എ പ്ലസ് ബി ഗിവ്സ് യു സി പ്ലസ് ഡി. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ എടുത്തു. ഇനി പറയണം റേറ്റ് ഓഫ് റിയാക്ഷൻ, റിയാക്ഷന്റെ റേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് എക്ക്, കോൺസെൻട്രേഷൻ ഓഫ് എയുടെ എക്സ്ത് പവറിന്, കോൺസെൻട്രേഷൻ ഓഫ് എയുടെ എക്സ്ത് പവറിന് പ്രൊപ്പോർഷണൽ ആണ്. വീണ്ടും പറയാണ് റേറ്റ് ഓഫ് റിയാക്ഷൻ കോൺസെൻട്രേഷൻ ഓഫ് ബിയുടെ വൈത്ത് പവറിന് പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതാലോ. എങ്ങനെ കമ്പൈൻ ചെയ്യാം? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് proportional to concentration of A raised to X into concentration of B raised to Y. എവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കണ്ടാലും അത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ടുവരണം. എന്ത് ചെയ്യാം? കോൺസ്റ്റന്റിനെ കൊണ്ടുവരാലോ. റേറ്റ് ഈക്വൽ ടു K into concentration of A raised to X into concentration of B raised to Y. ഈ K ഉണ്ടല്ലോ, ഈ Kനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? Kനെ എന്താ പേര് വിളിക്കുക? Kയുടെ പേരെന്താണ്? യെസ്, K ആണ് എന്ത്? റേറ്റ് കോൺസ്റ്റന്റ്. K ആണ് എന്ത്? റേറ്റ് കോൺസ്റ്റന്റ്. മീനാക്ഷി ഫാക്ടേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മിസ് ഈ ക്ലാസ്സിൽ പറയുന്നത് മാത്രം പഠിച്ചു പോയാലും മതി. ഓക്കെ. സോ റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ. ഇങ്ങനെ എഴുതിയല്ലോ. ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയണേ? റേറ്റ് ലോ എന്ന് പറയണേ. എന്താ റേറ്റ് ലോ എന്ന് നോക്കാം. യെസ്, റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, എന്താണ് അപ്പൊ റേറ്റ് ലോ? എന്താണ് റേറ്റ് ലോ? ഈ ഇക്വേഷൻ ഒന്നും കൂടി എഴുതാലോ. റേറ്റ് ഈക്വൽ ടു K into concentration of A raised to X into B raised to Y. Okay. A raised to X into B raised to Y. Rate law എന്താണ് അപ്പോൾ പറയുന്നത്? റേറ്റ് ലോ പറയുന്നത് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിന്റെ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിന്റെ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എഴുതുന്ന മാത്തമാറ്റിക്കൽ ഫോർമുലേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റേറ്റ് ലോ. വായിക്കാലോ. റേറ്റ് ലോ ഈസ് ദി എക്സ്പ്രഷൻ ഇൻ വിച്ച് റിയാക്ഷൻ റേറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. എയും ബിയും എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. വിത്ത് ഈച്ച് ടേം റേസ് ടു സം പവർ. സം പവർ ആണ് എന്ത്? എക്സും വൈയും. ഇനി മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സും വൈ ഉണ്ടല്ലോ, ഈ എക്സും വൈയും ഇവിടെ തന്നിരിക്കുന്ന സ്റ്റോഷിയോമെട്രിക് കോയിഫിഷ്യന്റ് ആയ എക്കും ബിക്കും ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കാം. എന്ത് വേണമെങ്കിലും ആവാം. എക്സും വൈയും ഈ എക്കും ബിക്കും ഈക്വൽ ആവാം, ഈക്വൽ ആവാണ്ടിരിക്കാം. ഒരു നിർബന്ധവും ഇല്ല ഈക്വൽ ആവണമെന്ന്. വേണമെങ്കിൽ ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ആവില്ല. യെസ്, റേറ്റ് ലോ ഡെഫിനിഷൻ വേണം. യെസ്, ഓക്കെ, ഒന്നുകൂടി വായിക്കാലോ. റേറ്റ് ലോ ഇസ് ദി എക്സ്പ്രഷൻ ഇൻ വിച്ച് റിയാക്ഷൻ റേറ്റ് ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് വിത്ത് ഈച്ച് ടേം റേസ് ടു സം പവർ എക്സും വൈയും വിച്ച് മേ ഓർ മേ നോട്ട് ബി ദി സെയിം ആസ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. നമ്മൾ പറഞ്ഞു എക്സും വൈയും എക്കും ബിക്കും ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കാം. ഓഫ് ദി റിയാക്ടന്റ് സ്പീഷീസ് ഇൻ എ ബാലൻസ്ഡ് കെമിക്കൽ റീക്വേഷൻ. ഇതാണ് എന്ത്? റേറ്റ് ലോ. ക്ലിയർ ആയോ എല്ലാവർക്കും റേറ്റ് ലോ? യെസ്. ഡെറിവേഷൻ ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല റാനിയ? ഓക്കെ.
സോ റേറ്റ് ലോ നമ്മൾ പഠിച്ചു. ഇനി ഒരു കാര്യം കൂടി, ഈ എക്സ് പ്ലസ് വൈ, ഈ എക്സും വൈ ഉണ്ടല്ലോ, ഈ എക്സും വൈയും ഒരു എക്സ്പെരിമെന്റലി ഡിറ്റർമൈൻഡ് ക്വാണ്ടിറ്റി ആണ്. നമുക്ക് ഫോർമുല വെച്ചോ ഇക്വേഷൻസ് വെച്ചോ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെങ്ങനെയാ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? എക്സ്പെരിമെന്റ് വഴി മാത്രമേ എക്സും വൈയും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. റേറ്റ് ഓഫ് ഇറ്റ് മസ്റ്റ് ബി ഡിറ്റർമൈൻഡ് എക്സ്പെരിമെന്റലി. ഇനി റേറ്റ് ലോ ഫോർ എനി റിയാക്ഷൻ cannot be predicted by merely looking at the balanced chemical equation. എങ്ങനെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? എക്സ്പെരിമെന്റ് വഴി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ നമുക്കൊരു എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിക്കാലോ ഒരു റേറ്റ് ലോ. എക്സിന്റെ വൈയുടെയും വാല്യൂ ഒരു എക്സ്പെരിമെന്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാലോ. യെസ്, നിങ്ങൾ റെഡി ആണല്ലോ കണ്ടുപിടിക്കാൻ? ശിവ ആൻഡ് കൃഷ്ണ ലോ പഠിക്കണം. റേറ്റ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. യെസ്, ഓക്കെ ഓക്കെ. സോ ഇവിടെ ഒരു ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. 2NO plus O2 gives you 2NO2. 2NO plus O2 gives you 2NO2. ഇതെന്താ കറങ്ങുന്നത്? ഓക്കെ, അല്ല ഇവിടെ കറങ്ങുന്നുണ്ടോ? ഓക്കെ, 2NO plus O2 gives you 2NO2. ഈ റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO റേസ് ടു സം പവർ. ആ പവർ നമുക്ക് എങ്ങനെ എഴുതാം? X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 റേസ് ടു സം പവർ Y. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ത്രൂ എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് വഴി മാത്രമേ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഈ ടേബിളിൽ 4 എക്സ്പെരിമെന്റ് ഡാറ്റ തന്നിട്ടുണ്ട്. 4 എക്സ്പെരിമെന്റ് ഡാറ്റ തന്നിട്ട് ഈ ഡാറ്റയിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാം. അതെങ്ങനെ ചെയ്യും? ഫസ്റ്റ് നമ്മൾ എന്നോടെ കോൺസെൻട്രേഷൻ ഫിക്സ് ചെയ്തിട്ട് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ മാത്രം ചേഞ്ച് ചെയ്യും. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ റിയാക്ഷന് സംഭവിക്കുന്ന ചേഞ്ച് നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് പറയും റിയാക്ഷന്റെ റേറ്റ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഇത്രയും മാറുന്നുണ്ട്. നോക്കാലോ നമുക്ക് എങ്ങനെയാന്ന്? യെസ്, ഫസ്റ്റ് നമ്മൾ എന്നോടെ കോൺസെൻട്രേഷൻ ഫിക്സ് ചെയ്തു. ഏത് എന്നോടെ കോൺസെൻട്രേഷൻ? എക്സ്പെരിമെന്റ് 1ഉം 3ലും എന്നോടെ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.30 എന്നോടെ കോൺസെൻട്രേഷൻ ഫിക്സ് ചെയ്തു. അപ്പോൾ അവിടെ ഓക്സിജൻ എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ എക്സ്പെരിമെന്റ് 1ല് 0.30 ആയിരുന്നത് എക്സ്പെരിമെന്റ് 3ക്ക് എത്തിയപ്പോൾ എത്രയായി? 0.60 ആയി. ദാറ്റ് മീൻസ് കോൺസെൻട്രേഷൻ എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്തു? 2 ടൈംസ് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോൾ റിയാക്ഷൻ എന്ത് സംഭവിച്ചു? 0.096 എന്നുള്ളത് എത്ര? 0.192. 0.096ന്റെ ഇൻറ്റു 2 ചെയ്താൽ കിട്ടുന്നതല്ലടാ 0.192. ദാറ്റ് മീൻസ് 2 ടൈംസ്. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ 2 ടൈംസ് ഇൻക്രീസ് ചെയ്തപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷനും എന്തായി? 2 ടൈംസ് ഇൻക്രീസ് ചെയ്തു. Therefore നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഓക്സിജന്റെ കോൺസെൻട്രേഷൻ റേസ് ടു 1. സോ ഇവിടെ y എന്തായിരിക്കും? y ഈക്വൽ ടു 1 ആയിരിക്കും. ഡബിൾ ആയി. യെസ്, ഓക്കെ. റിയാക്ഷന്റെ റേറ്റ് ഡബിൾ ആയി. ദെൻ ഇനി നമുക്ക് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഫിക്സ് ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡിന്റെ എന്നോടെ കോൺസെൻട്രേഷൻ മാത്രം ചേഞ്ച് ചെയ്ത് നോക്കണം. എങ്ങനെ വരും? എഴുതിയെടുക്കാം. 1ഉം 2ഉം എക്സ്പെരിമെന്റ് 1ഉം 2ഉം. എക്സ്പെരിമെന്റ് 1ഉം 2ലും ഓക്സിജന്റെ കോൺസെൻട്രേഷൻ 0.30യും 0.30 തന്നെയാണ്. ബട്ട് നൈട്രിക് ഓക്സൈഡ് എന്നോടെ കേസിൽ എന്ത് സംഭവിക്കുന്നു? എന്നോല് ഫസ്റ്റ് എക്സ്പെരിമെന്റ് 1ല് 0.30 ആയിരുന്നത് എക്സ്പെരിമെന്റ് 2ക്ക് എത്തിയപ്പോൾ എത്രയായി? 0.60 ആയി. ദാറ്റ് മീൻസ് എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്?
എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? 2 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. 2 ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ റേറ്റിൽ എന്ത് സംഭവിച്ചു? 0.096 എന്നുള്ളത് 0.3848. ദാറ്റ് മീൻസ് 4 ടൈംസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ആവുന്നുണ്ട്. എന്നോട് കോൺസെൻട്രേഷൻ 2 ടൈംസ് ആക്കിയപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ എത്ര? 4 ടൈംസ് ആയി. ദാറ്റ് മീൻസ് റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് NO raised to 2. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? x ഈക്വൽ ടു 2 എന്ന് കിട്ടി. നമുക്ക് റേറ്റ് ലോ എഴുതാലോ. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO raised to 2 ഇൻറ്റു O2 raised to 1. കാണാനില്ല അല്ലേ? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO raised to 2 ഇൻറ്റു O2 raised to 1. ഇതാണ് എന്ത്? റേറ്റ് ലോ. യെസ്, ടേബിള് എക്സ്പെരിമെന്റൽ ഡാറ്റ. ഈ ടേബിള് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഈ ടേബിള് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ. ഇതുപോലെ ഒരാളെ ഫിക്സ് ചെയ്ത് അടുത്ത ആളെ ചേഞ്ച് ചെയ്തിട്ട് റിയാക്ഷനിൽ സംഭവിക്കുന്ന ചേഞ്ച് നോക്കിയിട്ട് വേണം എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ. യെസ്, ടേബിള് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓക്കെ സ്കോളസ്റ്റിക്ക? യെസ്, ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഓക്കെ, ഗുഡ്. സോ ഇവിടെ വീണ്ടും 2 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ റിയാക്ഷൻസിന്റെ എന്ത് എഴുതണം? റേറ്റ് എഴുതണം. റേറ്റ് എങ്ങനെ എഴുതും? ത്രൂ എക്സ്പെരിമെന്റൽ ഡാറ്റ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കിട്ടുള്ളൂ. റേറ്റ് എഴുതാലോ. ഇത് NCERT ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. എക്സിന്റെയും വൈയുടെയും വാല്യൂസ് എക്സ്പെരിമെന്റൽ സ്റ്റഡീസ് വഴിയാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CHCl3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 റേസ് ടു ഹാഫ്. ഹാഫ് എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എക്സ്പെരിമെന്റൽ ഡാറ്റയാണ്. ഓക്കെ, ദെൻ ഇവിടെയും എഴുതാലോ. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3 COO C2H5 into concentration of H2O raised to 0. Raised to 0. So, ഇവിടെ 0യും ഇവിടെ 1ഉം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ആരാ? എക്സ്പെരിമെന്റൽ ഡാറ്റയാണ്. ക്ലിയർ ആയോ? ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെ തരുള്ളായിരിക്കും. അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല. മലയാളി? യെസ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചോദിക്കില്ല. ഇതുപോലെ തന്നെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസേ കിട്ടുള്ളൂ. ഓക്കെ, യെസ്, ഇങ്ങനത്തെ ടേബിൾ തന്നിട്ട് ഇതുപോലത്തെ തന്നെ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഇത്രയും സിമ്പിൾ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങളോട് ചോദിക്കുള്ളൂ. ഓക്കെ, മലയാളി ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ, ഇനി ഓർഡർ ഓഫ് റിയാക്ഷൻ. നമ്മളപ്പോ റേറ്റ് ലോ എഴുതിയല്ലോ. റേറ്റ് ഈക്വൽ ടു K into concentration of A raised to X into concentration of B raised to Y. എക്സ്പെരിമെന്റൽ ഡാറ്റ എവിടെ തന്നേക്കുന്ന? എക്സ്പെരിമെന്റൽ ഡാറ്റ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അവര് പ്രൊവൈഡ് ചെയ്യും. ടേബിൾ ഇല്ലാതെ റേറ്റ് എഴുതാൻ ചോദിക്കില്ല. അങ്ങനെ എഴുതാൻ സാധിക്കില്ല. ഓക്കെ, യെസ്. ദെൻ ഇനി എന്ത് പറയാം? റേറ്റ് ഈക്വൽ ടു, റേറ്റ് ലോ നമ്മൾ എഴുതി K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു X ഇൻറ്റു B റേസ് ടു Y. ഇതിൽ X പ്ലസ് Y ഉണ്ടല്ലോ. ഈ X പ്ലസ് Yനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഓർഡർ ഓഫ് റിയാക്ഷൻ. ഓർഡർ ഓഫ് റിയാക്ഷൻ എന്താണ്? സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഇൻ ദി റേറ്റ് ലോ എക്സ്പ്രഷൻ. എക്സിന്റെയും വൈയുടെയും സം ആണ് എന്ത്? ഓർഡർ ഓഫ് റിയാക്ഷൻ. യെസ്, ഇനി നമുക്ക് എങ്ങനെ പറയാം? ഇത്രയും കിട്ടി. ഇതിനൊരു ചെറിയ കാര്യം കൂടി മിസ് പറഞ്ഞുതരാം. റേറ്റ് എന്തായിരിക്കും? xth order. Rate is xth order with respect to A and rate is yth order with respect to B.
ഈ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. റേറ്റ് ഈസ് xth order with respect to A and yth order with respect to B. Clear ആയല്ലോ? യെസ്, ഓർഡർ ഓഫ് റിയാക്ഷൻ എഴുതാൻ ക്ലിയർ ആയല്ലോ? x പ്ലസ് y ആണ് എന്ത്? ഓർഡർ ഓഫ് റിയാക്ഷൻ. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച ആൾക്കാരുടെ ഓർഡർ ഓഫ് റിയാക്ഷൻ എഴുതാലോ. ഇവിടെ എന്ത് വരും? ഓർഡർ ഓഫ് റിയാക്ഷൻ ഓർഡർ ഈക്വൽ ടു, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണോ ഇവിടെ എഴുതാലോ. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മേലെ എഴുതാം. എന്ത് വരും? x ഈക്വൽ ടു 2, y ഈക്വൽ ടു 1. 2 പ്ലസ് 1 എത്ര കിട്ടും? ഓർഡർ ഈക്വൽ ടു 2 പ്ലസ് 1 ഈക്വൽ ടു 3 കിട്ടുമല്ലോ. യെസ്. ദെൻ ഇനി ഇവിടെ ഓർഡർ ഈക്വൽ ടു ഇവിടെ x 1 ആണ്, y 1/2 ആണ്. എത്ര വരും? 1 പ്ലസ് 1/2 gives you 1.5. that equal to 1.5. okay, yes. then ഇവിടെയോ ഓർഡർ ഈക്വൽ ടു ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്. ഓർഡർ ഈക്വൽ ടു 1 പ്ലസ് 0 gives you 1. ഓർഡർ എഴുതാൻ പഠിച്ചല്ലോ എല്ലാവരും അപ്പോ? യെസ്. ദെൻ ഇനി ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഗുഡ്. ദെൻ ഈ ഓർഡർ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ഓർഡർ ഉണ്ടല്ലോ. ഈ ഓർഡർ 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, ഈവൻ ഫ്രാക്ഷണൽ ക്വാണ്ടിറ്റി വരെ ആവാം. ദേ ഇവിടെ നമുക്ക് ഫ്രാക്ഷണൽ ക്വാണ്ടിറ്റി വരെ കിട്ടിയിട്ടുണ്ട്. യെസ്, 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം, ഫ്രാക്ഷണൽ ക്വാണ്ടിറ്റീസ് വരെ ആവാം. ബട്ട് ഫ്രാക്ഷണൽ ക്വാണ്ടിറ്റീസ് വരെ ആവാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 0 ഓർഡർ റിയാക്ഷൻ മീൻസ് റേറ്റ് എന്തായിരിക്കും? റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു, അപ്പോൾ എ ഗീവ്സ് യു ബി. എ ആണ് റിയാക്റ്റന്റ്, റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? പ്രോഡക്റ്റ് ബി ഫോം ചെയ്യുന്നു. ഇതിന്റെ റേറ്റ് ഇങ്ങനെ എഴുതാം. റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു ഓർഡർ 0 ആണെന്ന് വിചാരിക്കാം. എ റേസ് ടു 0 ആണെങ്കിൽ എങ്ങനെ പറയാം? എനി നമ്പർ റേസ് ടു 0 എത്രയാണ്? 1 ആണ്. എനി നമ്പർ റേസ് ടു 0 എത്രയാണ്? 1 ആണ്. ദാറ്റ് ഈസ് റേറ്റ് ഈക്വൽ ടു കെ ഇൻറ്റു 1. എങ്ങനെ പറയാം? റേറ്റ് ഈക്വൽ ടു കെ എന്ന് പറയാം. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓർഡർ ഓഫ് റിയാക്ഷൻ 0 ആണെങ്കിൽ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി റിയാക്റ്റന്റ് concentration. 0 order reaction means that the rate of reaction is independent of concentration of reactant. Okay, then unit of rate constant. Rate constant ന്റെ യൂണിറ്റ് എന്തായിരിക്കുംടാ? ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. ഒരു ഇക്വേഷൻ പറയാം, ഒരു ഫോർമുല പറയാം. ആ ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അത് പഠിച്ചിട്ട് എക്സാമിന് പോയാൽ നിങ്ങൾക്ക് ഏത് റിയാക്ഷൻസിന്റെയും ഓർഡർ എഴുതാൻ സാധിക്കും. എങ്ങനെ പറയാം? മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 പെർ സെക്കൻഡ്, where n is the order of the reaction. n എന്താണ്? റിയാക്ഷന്റെ ഓർഡർ ആണ്. മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് നോക്കാലോ. 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ. 0 ഓർഡർ ആണെങ്കിൽ n ഈക്വൽ ടു എന്ത് വരും? n ഈക്വൽ ടു 0 വരും. എന്ത് വരും? മോൾ റേസ് ടു 1 മൈനസ് 0 എത്രയായിരിക്കും? 1 ആയിരിക്കും. ലിറ്റർ റേസ് ടു 0 മൈനസ് 1, 0 മൈനസ് 1 എന്തായിരിക്കും? -1 ആയിരിക്കും. സെക്കൻഡ് റേസ് ടു -1. ദെൻ ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ? ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ n ഈക്വൽ ടു 1 ആയിരിക്കും. That is mole raised to 1 minus 1, 0. Liter raised to 1 minus 1, 0. Second raised to -1. Any number raised to 0 is 1. അപ്പോൾ എന്തായിരിക്കും യൂണിറ്റ്? സെക്കൻഡ് raised to -1 ആയിരിക്കും ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. ദെൻ സെക്കൻഡ് ഓർഡർ ആണെങ്കിലോ? മോൾ raised to 1 minus 2, liter raised to 2 minus 1, second raised to -1. That is mole raised to -1, liter raised to 1, second raised to -1. ഇങ്ങനെ നിങ്ങൾക്ക് തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ, ഫിഫ്ത്ത് ഓർഡർ n ഈക്വൽ ടു എത്ര നമ്പർ ക്വസ്റ്റ്യനിൽ വന്നാലും
ഈ ഒരൊറ്റ ഫോർമുല യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അത് മാത്രമല്ല, റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഏത് ഓർഡർ ആണെന്ന് പറയാൻ സാധിക്കും. സപ്പോസ് റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് പെർ സെക്കൻഡ് ആണെങ്കിൽ അത് ഏത് റിയാക്ഷൻ ആയിരിക്കും? റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് പെർ സെക്കൻഡ് ആണെങ്കിൽ അത് ഏത് ഓർഡർ ആയിരിക്കും? ഇറ്റ്സ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇനി റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് മോൾ റേസ് ടു 1, ലിറ്റർ റേസ് ടു -1, സെക്കൻഡ് റേസ് ടു -1 ആണെങ്കിൽ അതിന്റെ ഓർഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും. യെസ്, ക്ലിയർ ആയല്ലോ. സോ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ഓർഡർ. യെസ്, ഗുഡ്. ഓക്കെ, ഗുഡ്. ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയടാ. ദി യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദി റിയാക്ഷൻ. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണ് ചോദിക്കുന്നത്. അവർ റേറ്റ് ലോ തന്നിട്ടുണ്ട്. റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B. ഓർഡർ എന്ത് വരും? ഓർഡർ ഈക്വൽ ടു എന്ത് വരും? 2 + 1, ദാറ്റ് ഈസ് 2 + 1 equal to 3, implies n equal to 3 ആണ്. n equal to 3 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 പെർ സെക്കൻഡ് അല്ലേടാ. അപ്പൊ എന്ത് വരും? മോൾ റേസ് ടു 1 - 3 ലിറ്റർ റേസ് ടു 3 - 1 സെക്കൻഡ് ഇൻവേഴ്സ്, ദാറ്റ് ഈക്വൽ ടു മോൾ റേസ് ടു -2 ലിറ്റർ റേസ് ടു 2 സെക്കൻഡ് ഇൻവേഴ്സ്. ഏത് ഓപ്ഷൻ വരും? യെസ്, ഗുഡ്. ഓപ്ഷൻ ഡി. കിട്ടിയല്ലോ? ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ദെൻ മക്കളെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞു സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? ഓർഡർ ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ? ഓർഡർ ഓഫ് റിയാക്ഷൻ ഒരു എക്സ്പെരിമെന്റൽ ഡാറ്റയാണ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് കൊണ്ട് യൂസ് ഇല്ലേ? നോക്ക്, AA + BB gives you CC + DD. ഈ റിയാക്ഷന്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് യൂസ് ചെയ്ത് ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് എന്താണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റിന്റെ യൂസ്? യെസ്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഒരു റിയാക്ഷന്റെ മോളിക്കുലാരിറ്റി പറഞ്ഞു തരും. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഒരു റിയാക്ഷൻസിന്റെ മോളിക്കുലാരിറ്റി പറഞ്ഞു തരും. എന്താണ് മോളിക്കുലാരിറ്റി? 2 + 1. എടാ, എയുടെ മലയാളിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. എയുടെ കോൺസെൻട്രേഷന്റെ 2 ആണ് പവർ, ബിയുടെ കോൺസെൻട്രേഷന്റെ 1 ആണ് പവർ. 2 + 1 ചെയ്യുമ്പോൾ 3 കിട്ടില്ലേടാ മലയാളിയെ? യെസ്, 3 കിട്ടില്ലേ? ഓക്കെ. ദെൻ കമ്മിങ് ബാക്ക് ടു മോളിക്കുലാരിറ്റി. എന്താണ് അപ്പോൾ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് എത്ര മോളിക്യൂൾസോ അയോൺസോ റിയാക്റ്റൻസ് സിമിൾട്ടേനിയസ് മീൻസ് അറ്റ് എ ടൈം കൊളൈഡ് ചെയ്യുന്നു, ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലാരിറ്റി. ക്ലിയർ ആയോ? റിയാക്റ്റൻസ്, നമ്പർ ഓഫ് റിയാക്റ്റൻസ് സിമിൾട്ടേനിയസ് ആയിട്ട് അറ്റ് എ ടൈം കൊളൈഡ് ചെയ്യുന്നു, ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലാരിറ്റി. യെസ്, നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ്. കിട്ടിയല്ലോ? വായിക്കണത് ദി നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ടേക്കിംഗ് പാർട്ട് ഇൻ എലമെന്ററി റിയാക്ഷൻ. എലമെന്ററി റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? എലമെന്ററി റിയാക്ഷൻസ്, which must collide simultaneously in order to bring about a chemical reaction is called molecularity of a reaction. Yes. Any molecularity unimolecular reactions ഉണ്ട്, bimolecular reactions ഉണ്ട്, trimolecular reactions ഉണ്ട്. അതിനേക്കാളും കൂടുതൽ റിയാക്ഷൻസ് ഇല്ല. ഓക്കെ, ഫസ്റ്റ് വൺ യൂണിമോളിക്കുലർ റിയാക്ഷൻസിന് എക്സാമ്പിൾ എന്തായിരിക്കും? ഡികമ്പോസിഷൻ ഓഫ് അമോണിയം നൈട്രേറ്റ്. നോക്കാലോ, NH4
NO2 ഡീകമ്പോസ് ചെയ്തിട്ട് N2 പ്ലസ് 2H2O. ഇവിടെ നോക്കിയേ, NH4NO2 ഒരൊറ്റൊരു മോളിക്കിളാണ്, വേറെ ആരായിട്ട് കൊളൈഡ് ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് ഒന്ന് ഒരൊറ്റ മോളിക്യൂള് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്തിട്ട് ഡികമ്പോസ് ചെയ്താരാവും N2Oവും 2H2Oയും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂണിമോളിക്കുലർ, ഒരൊറ്റ മോളിക്കുളുള്ളൂ. മോളിക്കുലാരിറ്റി ഈക്വൽ ടു 1, മോളിക്കുലാരിറ്റി ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ബൈമോളിക്കുലാറിലോ, ബൈമോളിക്കുലാറില് മോളിക്കുലാരിറ്റി എത്രയായിരിക്കുടാ? ബൈമോളിക്കുലാറില് മോളിക്കുലാരിറ്റി ഈക്വൽ ടു 2 ആയിരിക്കും. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഉണ്ടല്ലോ, 2HI, രണ്ട് മോളിക്യൂൾസ് ഹൈഡ്രജൻ അയോഡൈഡ് കൊളൈഡ് ചെയ്തിട്ട് എന്താവും? H2ഉം ആവും I2ഉം ആവും. യെസ്, H2 പ്ലസ് I2. എങ്ങനെയാ? 2 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ് കൊളൈഡ് ചെയ്തിട്ട് ഒരു H2ഉം ഒരു I2 മോളിക്യൂൾസും. സോ മോളിക്കുലാരിറ്റി ഈക്വൽ ടു 2. Then comes to ട്രൈമോളിക്കുലർ. 3 മോളിക്യൂൾസ് സിമിൾട്ടേനിയസ് ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന കേസാണ് എന്ത് പറയുന്നത്? ട്രൈമോളിക്കുലർ റിയാക്ഷൻ. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാടാ? 2NO പ്ലസ് O2 gives you 2NO2. നോക്കിയേ, 2 മോളിക്യൂൾ NOയും ഒരു മോളിക്യൂൾ O2യും കൂടി കൊളൈഡ് ചെയ്തിട്ട് അറ്റ് എ ടൈം വന്ന് കൂട്ടിയിടിച്ചിട്ട് എന്ത് ഫോം ചെയ്യും? 2 മോളിക്യൂൾസ് NO2 ഫോം ചെയ്യും. ദാറ്റ് ഈസ് മോളിക്കുലാരിറ്റി ഈക്വൽ ടു 3. ഓക്കെ, ഗുഡ്. എക്സാമ്പിൾ പഠിക്കണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞു തന്നതാണ്. എക്സാമ്പിൾസ് പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, എക്സാമ്പിൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല. രജനി, വിഷ്ണു, സ്കോളസ്റ്റിക്ക എക്സാമ്പിൾ പഠിക്കണം നിർബന്ധമില്ല കേട്ടോ. ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. നമ്പർ ഓഫ് റിയാക്ടിങ് മോളിക്യൂൾസ് വന്ന് കൂട്ടിയിടിക്കണ, സിമിൾട്ടേനിയസ് ആയിട്ട് വന്ന് കൂട്ടിയിടിച്ച് കൊളൈഡ് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ നമ്പറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളിക്കുലാരിറ്റി. യെസ്. ദെൻ ഇത് നിങ്ങളുടെ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി. ഓർഡർ എന്തായിരിക്കും? ഡിഫൈൻ ചെയ്യാം. സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ഇൻ റേറ്റ് ലോ. എന്താണത്? X+Y ആണ് ഓർഡർ. ഇനി മോളിക്കുലാരിറ്റിയോ? നമ്പർ ഓഫ് റിയാക്ടിങ് സ്പീഷ്യസ്, സിമിൾട്ടേനിയസ് ആയിട്ട് വന്ന് കൊളൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് റിയാക്ടിങ് മോളിക്യൂൾ ദാറ്റ് മസ്റ്റ് കൊളൈഡ് സിമിൾട്ടേനിയസ്ലി, അതാണ് എന്ത്? മോളിക്കുലാരിറ്റി. ദെൻ ഓർഡറിന് എന്താവാം? ഫ്രാക്ഷണൽ വാല്യൂ. നമ്മൾ നേരത്തെ കണ്ടോ, 1/2, 0, അതൊക്കെ എന്ത് പോസിബിൾ ആണ്? ഓർഡറിന് പോസിബിൾ ആണ്. ബട്ട് മോളിക്കുലാരിറ്റി വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. 1ഓ 1ന് കൂടുതലോ ഫ്രാക്ഷണൽ വാല്യൂസ് പോസിബിൾ അല്ല ആർക്ക്? മോളിക്കുലാരിറ്റിക്ക്. ദെൻ ഓർഡർ ബോത്ത് എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസിന് പോസിബിൾ ആണ്. സിംഗിൾ സ്റ്റെപ്സിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് എലമെന്ററി റിയാക്ഷൻസ്. ഇനി 4 or 5 മോളിക്യൂൾസ് മോളിക്കുലാരിറ്റി 4 or 5 വരുന്ന കേസസ് ഇല്ല എന്ന് പറഞ്ഞു. ആ റിയാക്ഷൻസ് ഒക്കെ എങ്ങനെ നടക്കാം? ഡിഫറെന്റ് സ്റ്റെപ്സ് ആയിട്ടാണ് നടക്കുക. അങ്ങനെ നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കോംപ്ലക്സ് റിയാക്ഷൻസ്. സോ ഓർഡർ ഓഫ് റിയാക്ഷൻസ് both for elementary and complex reactions, but molecularity only there for elementary reactions. Complex reactions ന് molecularity കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. യെസ്, കോംപ്ലക്സ് റിയാക്ഷൻസിന് മോളിക്കുലാരിറ്റി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. മോളിക്കുലാരിറ്റി ആർക്ക് മാത്രമാണ്? ഓൺലി ഫോർ എലമെന്ററി റിയാക്ഷൻസ്. ദെൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓർഡർ എന്താണ്? ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ദെൻ മോളിക്കുലാരിറ്റിയോ ഇസ് എ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി. ക്ലിയർ ആയല്ലോടാ? യെസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യെസ്, പ്രസ്റ്റിംഗ്. ഓക്കെ, പ്രീവിയസ് ഇയേഴ്സ് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, സോൾവ് ചെയ്ത് നോക്കാലോ. ഓക്കെ, എ റിയാക്ഷൻ ഈസ്
first order with respect to A and second order with respect to B. Write the differential rate equation. എഴുതി നോക്കാലോ. Write the differential rate equation. എങ്ങനെ പറയാം? Rate equal to K into with respect to A and second order with respect to B. K into concentration of A. A ki with respect to A എത്രയാണ്? First order ആണ്. That is 1. With respect to B എത്രയാണ്? Second order with respect to B. That is concentration of B raised to 2. First the question answer ചെയ്തല്ലോ. Write the differential rate equation. എങ്ങനെയാണ്? Rate equal to K into concentration of A raised to 1 into concentration of B raised to 2. ഇനി how is the rate affected on increasing the concentration of B 3 times? B യുടെ concentration 3 times ആയാൽ റേറ്റിൽ എന്ത് ചേഞ്ച് വരും? നമുക്ക് ഈ റേറ്റിന് R1 എന്ന് എടുക്കാം. ഈ റേറ്റിന് R1 എന്ന് എടുത്താൽ നമുക്ക് എങ്ങനെ വരും? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 1 ഇൻറ്റു സെക്കൻഡിൽ എങ്ങനെയാ? കോൺസെൻട്രേഷൻ ഓഫ് ബിനെ 3 ടൈംസ് ആക്കി. ദാറ്റ് ഈസ് 3B റേസ് ടു 2. 3B റേസ് ടു 2. ഇതിനെങ്ങനെ എഴുതാം? K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 1. 3 സ്ക്വയർ എത്രയാ? 3 സ്ക്വയർ ഈസ് 9 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു 2. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാലോ. 9 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 1 ഇൻറ്റു B റേസ് ടു 2. ഇതല്ലടാ R1. ഈ ടേമല്ലേ R1? യെസ്. അപ്പം എന്ത് വരും? 9R1. സോ കോൺസെൻട്രേഷൻ ഓഫ് B 3 ടൈംസ് ആയാൽ റേറ്റിൽ എന്ത് ചേഞ്ച് വരും? റേറ്റിൽ എന്ത് ചേഞ്ച് വരും? റേറ്റ് ഇൻക്രീസസ് ബൈ, ഈ സെന്റൻസ് ആയിട്ട് എഴുതണേ, റേറ്റ് ഇൻക്രീസസ് ബൈ 9 ടൈംസ്. റേറ്റ് ഇൻക്രീസസ് ബൈ 9 ടൈംസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. ഹൗ ഈസ് ദി റേറ്റ് എഫക്റ്റഡ് വെൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ആർ ഡബിൾഡ്? എയും ബിയും ഡബിൾ ചെയ്താൽ കോൺസെൻട്രേഷന് എന്ത് ചേഞ്ച് വരും? എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എനെയും ഡബിൾ ചെയ്തു, ബിനെയും ഡബിൾ ചെയ്തു. ദാറ്റ് ഈസ് 2A റേസ് ടു 1 ഇൻറ്റു 2B സ്ക്വയർ. ഇതിന് വീണ്ടും എഴുതാലോ. K ഇൻറ്റു 2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 1 ഇൻറ്റു 4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B റേസ് ടു 2. കുറച്ചുകൂടി ഭംഗിയൊക്കെ എഴുതാം. 2 ഇൻറ്റു 4 gives you 8. K ഇൻറ്റു A റേസ് ടു 1 ഇൻറ്റു B സ്ക്വയർ. ഈ ടേമാണ് എന്ത്? ഈ ടേമാണ് എന്ത്? R1. ദാറ്റ് ഈസ് റേറ്റ് ഈക്വൽ ടു 8 ഇൻറ്റു R1. സോ നമുക്ക് ഇങ്ങനെ പറയാം, കോൺസെൻട്രേഷൻ ഓഫ് ബിനെയും കോൺസെൻട്രേഷൻ ഓഫ് എനെയും ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് എന്താവും? റേറ്റ് 8 ടൈംസ് ആവും. റേറ്റ് ഇൻക്രീസസ് ബൈ 8 ടൈംസ്. റേറ്റ് ഇൻക്രീസസ് ബൈ 8 ടൈംസ്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? 3 സ്ക്വയർ എടുത്താൽ 9 വരും. J1 GS 4W 3 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 3 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 3 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 9 വരും. ഓക്കെ, യെസ്, ക്ലിയർ ആയി. നെക്സ്റ്റ് we move on to integrated rate equation. Integrated rate equation രണ്ട് കേസസ് പഠിക്കാനുള്ളൂ. ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ആൻഡ് ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും. ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷൻസും ഗ്രാഫും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഫസ്റ്റ് വി മൂവ് ഓൺ ടു സീറോ ഓർഡർ റിയാക്ഷൻ. സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് R ഈക്വൽ ടു മൈനസ് KT പ്ലസ് R0. യെസ്, concentration of R equal to minus KT plus R0, where R is the final concentration of reactant and R0 എന്താണ്? initial concentration of reactant. K എന്താണ്? K rate constant ആണ് and T is the time taken.
കിട്ടിയല്ലോ. ഇതാണ് എന്ത് സീറോ ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. കോൺസെൻട്രേഷൻ ഓഫ് R equal to minus KT plus R0. ഇതെങ്ങനെ പഠിച്ച് എക്സാമിന് പോയാൽ മതി. ഇനി എന്ത് വേണം? ഇതിൽ നിന്ന് ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. നോക്കിയ മക്കളെ, y equal to mx plus c. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? y equal to mx plus c. It's equation for straight line. Equation for straight line. എങ്ങനെ വരും അപ്പൊ ഗ്രാഫ് എങ്ങനെ വരും? ഇത് ഗ്രാഫ് എങ്ങനെ വരും? കോൺസെൻട്രേഷൻ ഓഫ് R equal to minus KT plus R0. y എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് R ആണ്. mx plus c. ഗ്രാഫ് വരയ്ക്കാലോ വിത്ത് y ആക്സിസിൽ കോൺസെൻട്രേഷൻ ഓഫ് ആറും x ആക്സിസിൽ എന്തായിരിക്കും? ടൈം ആയിരിക്കും. x ആക്സിസിൽ ടൈം ആയിരിക്കും. ഇനി ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്ട്രേറ്റ് ലൈൻ്റെ ഗ്രാഫ് ആയിരിക്കും വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ്. എങ്ങനെ നെഗറ്റീവ് സ്ലോപ്പ് ആകുന്നത്? m equal to minus k. y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? R0 ആയിരിക്കും. സോ ഒരു ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു m equal to minus k. y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? R0 ആയിരിക്കും y ഇന്റർസെപ്റ്റ്. കിട്ടിയല്ലോ? യെസ്, ഡൗൺവേർഡ് ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടിയും ഇതിൽ പഠിച്ചു വെച്ചാൽ മതി. എന്തത്? ഒറ്റൊരു കാര്യം കൂടിയും സീറോ ഓർഡർ റിയാക്ഷനിൽ പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് k equal to concentration of R0 minus R by T. റേറ്റ് കോൺസ്റ്റന്റ് k കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷനും കൂടി സീറോ ഓർഡർ റിയാക്ഷൻസിൽ പഠിച്ചാൽ മതി. പിന്നെ എല്ലാം സെറ്റായി. സീറോ ഓർഡർ റിയാക്ഷൻ സെറ്റായി. ഓക്കെ ആണല്ലോ? യെസ്, ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതി. ഏതില? സീറോ ഓർഡർ റിയാക്ഷൻസിൽ. ദെൻ വി മൂവ് ഓൺ ടു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഏതൊക്കെയാണ് 3 ഇക്വേഷൻ? ലോഗ് ln concentration of R equal to minus KT plus ln R0. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി 2 ഇക്വേഷൻസും കൂടി പഠിച്ചു വെച്ചാൽ മതി. എന്താണ്? k equal to 2.303 by R log concentration of R0 by R. ഇനി k equal to 2.303 by ഇവിടെ R ഇല്ലടാ, ഇവിടെ T വരാം. 2.303 by T log A by A minus X. ഇനി ഇത് എവിടേക്കാ യൂസ് ചെയ്യാന്ന് പറയാം. നിങ്ങൾക്ക് റിയാക്ഷൻസ് തന്നു. ആ റിയാക്ഷന്റെ കോൺസെൻട്രേഷൻ ഗ്രാമിലാണ് തരാം. സേ 5 gram ഓഫ് റിയാക്ടൻസ് 3 gram ആയി അങ്ങനെയൊക്കെ പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് റിയാക്ടൻസിന്റെ ഏതിലോ മോൾസ് പെർ ലിറ്റർ അഥവാ ഗ്രാംസിൽ തരാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ 5 gram ഓഫ് റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് 3 gram എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്? ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഗ്രാമിൽ തരാണ്. ലൈക്ക് 5 gram എത്ര? 3 gram ആയി. ഇനി അതല്ല, ഈ ഡികമ്പോസിഷൻ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. 80% ഓഫ് ദി റിയാക്ടൻ റിയാക്ട് ചെയ്തു പോയി. അപ്പം നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. എപ്പോ? പെർസെൻറ്റേജിൽ തരാണെങ്കിൽ. ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എ വിൽ ബി ഓൾവേസ് 100 ആയിരിക്കും. എ എത്രയായിരിക്കും? 100 ആയിരിക്കും. ക്ലിയർ ആയോ? പെർസെൻറ്റേജിൽ തരുമ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇതിൽ എ എത്രയായിരിക്കും? എ ഈക്വൽ ടു 100. യെസ് ഓക്കെ. എ എത്രയായിരിക്കും? 100 ആയിരിക്കും. ഇനി 80% ഡീകമ്പോസ് ചെയ്തു എന്ന് വിചാരിക്കാം. 80% ഡീകമ്പോസ് ചെയ്തെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 80 ആയിരിക്കും. ഇനി 40% ഡീകമ്പോസ് ചെയ്തു പോയെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 40 ആയിരിക്കും. ക്ലിയർ ആയോ? യെസ് ഓക്കെ. സോ ഈ 3 ഇക്വേഷൻസും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ
ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ ഈ മൂന്ന് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. ഇതിൽ നിന്ന് എന്ത് ചോദിക്കുള്ളൂ? പ്രോബ്ലംസ് ചോദിക്കുള്ളൂ. ഇനി നമുക്ക് ഗ്രാഫ് പഠിക്കാലോ. യെസ്, നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷൻ എഴുതാം. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ഈക്വൽ ടു മൈനസ് കെ ടി പ്ലസ് ലോഗ് ആർ 0. ഇതെന്താണ്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയുടെ ഫോർമുല തന്നെയല്ലേ? ഇറ്റ്സ് ഇക്വേഷൻ ഫോർ സ്ട്രേറ്റ് ലൈൻ. ഗ്രാഫ് വരയ്ക്കാലോ. വിത്ത് y ആരായിരിക്കും? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എൽ എൻ, കോൺസെൻട്രേഷൻ ഓഫ് ആർ, എക്സ് ആക്സിസിൽ ടൈം ആയിരിക്കും. ആൻഡ് എങ്ങനെയായിരിക്കും? സ്ട്രേറ്റ് ലൈൻ വിത്ത് എ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇങ്ങനെ തന്നെ ഒരു ഗ്രാഫ് ആയിരിക്കും. വിത്ത് സ്ലോപ്പ് ഈക്വൽ ടു എം ഈക്വൽ ടു മൈനസ് കെ. ദെൻ y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? സി അല്ലടാ y ഇന്റർസെപ്റ്റ്. എന്തായിരിക്കും അത്? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ആർ 0. ഗ്രാഫ് വരയ്ക്കാൻ എളുപ്പല്ലേ? യെസ്, ഓക്കെ. ദെൻ ഇനി ഒരു ഗ്രാഫും കൂടി വരയ്ക്കണ്ടേ? അതിന് നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും? സെക്കൻഡ് ഇക്വേഷൻ എടുക്കും. എന്താ സെക്കൻഡ് ഇക്വേഷൻ? k ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് ആർ 0 ബൈ ആർ. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ വരും? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ആർ 0 ബൈ ആർ ഈക്വൽ ടു കെ ടി ബൈ 2.303 പ്ലസ് 0 എന്ന് ഇടുന്നുണ്ട്. ഇതെന്താണ്? y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ്. യെസ്, ക്ലിയർ. ഇതും എന്താണ്? ഇക്വേഷൻ ഫോർ സ്ട്രേറ്റ് ലൈൻ. ഇവിടെ നോക്കിയേ, y ഇന്റർസെപ്റ്റ് 0 ആണ്. y ഇന്റർസെപ്റ്റ് 0 ആണെങ്കിൽ ദി ഗ്രാഫ് പാസസ് ത്രൂ ദി ഒറിജിൻ. ഗ്രാഫ് ഏതിക്കൂടെയാണ്? ഒറിജിനിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഗ്രാഫ് വരയ്ക്കാലോ. യെസ്, ലോഗ് ആർ 0 ബൈ ആർ ഈക്വൽ ടു എക്സ് ആക്സിസിൽ വരുന്നത് ടൈം ആണ്. ദെൻ പാസസ് ത്രൂ ദി ഒറിജിൻ. അപ്പൊ എങ്ങനെ വരും? യെസ്, സ്ലോപ്പ് ഈക്വൽ ടു കെ ബൈ 2.303. ഗ്രാഫ് ചോദിക്കട്ടെ എക്സാമിന്? യെസ്, ഗ്രാഫ് എക്സാമിന് ചോദിക്കും. ക്ലിയർ ആണല്ലോ? യെസ്, ഓക്കെ. സോ ഇനി നമുക്ക് ഗ്യാഷ്യസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് പഠിക്കാനുള്ളത്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന്റെ 0th ഓർഡറും ഫസ്റ്റ് ഓർഡറും ഇക്വേഷൻസും അതിന്റെ ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്യാഷ്യസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി സപ്പോസ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫോർമുല മാത്രം പഠിച്ചു വെക്കാം. സി എ ഗിവ്സ് യു ബി പ്ലസ് സി. ഇവരെല്ലാവരും ഗ്യാസ് ആണെങ്കിൽ ഇവരുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ത് വരും? കെ ഈക്വൽ ടു 2.303 ബൈ ടി ലോഗ് പി ഐ ബൈ 2pi മൈനസ് പി ടി. വേർ പി ഐ എന്താന്ന് പഠിച്ചേക്കാം. പി ഐ ഈക്വൽ ടു ഇനീഷ്യൽ പ്രഷർ ഓഫ് എ. എയും പി ടി എന്താണ്? പി ടി ഈസ് ദി ടോട്ടൽ പ്രഷർ. ഓക്കെ, ഇത്ര എന്ത് പഠിച്ചു വെച്ചാൽ മതി. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. പി ഐയും പി ടിയും എന്താന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഡെറിവേഷൻസ് പഠിക്കണമെന്ന് നിർബന്ധമില്ല നന്ദ. ഇതിൽ നിന്ന് പ്രോബ്ലംസ് ആണ് ചോദിക്കുക. സോ ഇക്വേഷൻസ് അറിയാമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? Then for a certain chemical reaction, variation in concentration of A versus time plot is given below. ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്? ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന്. ഏതാടാ? യെസ്, ഏതാണ്? ഇറ്റ്സ് 0 ഓർഡർ റിയാക്ഷൻ. നെഗറ്റീവ് സ്ലോപ്പ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് എയും ടിയും ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ്സ് 0th ഓർഡർ റിയാക്ഷൻ. വാട്ട് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദി ലൈൻ? എന്താണ് സ്ലോപ്പ്? എന്താണ് 0th ഓർഡറിന്റെ സ്ലോപ്പ്? എന്തായിരിക്കും? മൈനസ്
കെ ആണ്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. മൈനസ് കെ ആണ്. y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? r0 ആയിരിക്കും. സോ സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് കെ ആൻഡ് y ഇന്റർസെപ്റ്റ് എന്തായിരിക്കും? r0 ആയിരിക്കും y ഇന്റർസെപ്റ്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഇനി നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയായിരിക്കും? മോൾ റേസ് ടു 1 മൈനസ് n ലിറ്റർ റേസ് ടു n മൈനസ് 1 പെർ സെക്കൻഡ് where n equal to 0. n equal to 0 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കിട്ടും. ഓക്കെ, യെസ്. ദെൻ വി മൂവ് ഓൺ ടു ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്താണ്? സേ ഒരു റിയാക്ഷൻ എ ഗിവിംഗ് ബി, എ ഗിവിംഗ് ബി എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ. ഇതിൽ ഫസ്റ്റ് എ 10 ഗ്രാംസ് പെർ മോൾ 10 മോൾസ് പെർ ലിറ്റർ ഉണ്ടായിരുന്നു. അത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 5 മോൾസ് പെർ ലിറ്റർ ആയി. അഗെയിൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 2.5 മോൾസ് പെർ ലിറ്റർ ആയി. അഗെയിൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്തായി? 1.25 മോൾസ് പെർ ലിറ്റർ ആയി. സോ ഇവിടെ നോക്കിയേ മക്കളെ, ഈ 5 മിനിറ്റ് കൊണ്ട് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ എന്താവുന്നുണ്ട്? പകുതി ആവുന്നുണ്ട്. 10ൽ നിന്ന് 5 ആയി എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ ഹാഫ് ആയി. അഗൈൻ 5ൽ നിന്ന് 2.5 ആയി എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ വീണ്ടും ഹാഫ് ആയി. ദാറ്റ് മീൻസ് ഈ 5 മിനിറ്റ് എന്താണ് ഇവിടെ? 5 മിനിറ്റ് ഈസ് ദി ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ദി റിയാക്ടന്റ്. 5 മിനിറ്റ് എന്താണ്? ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് ദി റിയാക്ടന്റ്. ഇനി ഹാഫ് ലൈഫിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ടി സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു ഹാഫ് ഇടാം. ദാറ്റ് ഈസ് ടി ഹാഫ്. യെസ്, കിട്ടിയല്ലോ എല്ലാവർക്കും? ഹാഫ് ലൈഫ് റിയാക്ഷൻ എന്താണ്? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ പകുതി ആവാൻ, ഹാഫ് ആവാൻ എടുക്കുന്ന സമയത്തിന് വിളിക്കുന്നതാണ് എന്ത്? ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. യെസ്, the half life of a reaction is the time in which concentration of the reactant is reduced to 1/2 of its initial concentration. Clear ആയല്ലോ? ഹാഫ് ലൈഫും നമുക്ക് രണ്ട് ആൾക്കാരെ പഠിക്കാണല്ലോ. ദാറ്റ് ഈസ് സീറോ ഓർഡർ റിയാക്ഷന്റെയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസിന്റെയും ഹാഫ് ലൈഫ് പഠിച്ചാൽ മതി. അതും ഇക്വേഷൻ പഠിച്ചാൽ മതി എക്സാമിന് പോവാൻ. എന്തായിരിക്കും? ടി ഹാഫ് ഈക്വൽ ടു, ഫോർ എ ഫസ്റ്റ് സീറോ ഓർഡർ റിയാക്ഷൻ, ടി ഹാഫ് ഈക്വൽ ടു R0 by 2K, where R0 is 0.693 by K. ഈ രണ്ട് ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടേ എക്സാമിന് പോകാൻ പാടുള്ളൂ. നോക്കി, സീറോത്ത് ഓർഡർ റിയാക്ഷനിൽ ടി ഹാഫ് R0ക്ക് പ്രൊപ്പോർഷണൽ ആണ്. ദാറ്റ് ഈസ് ടി ഹാഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു R0. ഇനി സെക്കൻഡ് ഓർഡർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ R0 എന്ന് പറഞ്ഞൊരു ടേമേ ഇല്ല. ഇവിടെ R0 എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടോ? ഇല്ലല്ലോ. ദാറ്റ് ഈസ് ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ. റിയാക്ടന്റ് കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആണ് എന്ത്? ടി ഹാഫ്. യെസ്, സോ ഹാഫ് ലൈഫ് ഓഫ് സീറോത്ത് ഓർഡറും ഫസ്റ്റ് ഓർഡറും നമ്മൾ പഠിച്ചല്ലോ എല്ലാവരും? യെസ്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ടൈം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ഓഫ് 99.9% is 10 times of half life of the reaction. When reaction is completed 99.9%, R equal to R0 minus 0.999 R0. ചെയ്യാലോ? ഓക്കെ, യെസ്. എടാ കെവിൻ, മീറ്റിംഗ് y ആക്സിസിലുള്ള മീറ്റിംഗ് പോയിന്റിനാണ് y ഇന്റർസെപ്റ്റ് എന്ന് പറയാം. അത് ഞാൻ ക്ലിയർ ആയിട്ട് ആ ഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. y ഇന്റർസെപ്റ്റ് c ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാലോ. എന്തായിരിക്കും? k ഈക്വൽ ടു 2.303 by t log concentration of R0 by R. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ.
ക്വസ്റ്റ്യനിൽ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി 2.303 by T log concentration of R0 by R എത്രയാണ്? R ആണ് അവർ തന്നിരിക്കുന്നത്. R0 minus 0.999 R0, that is R0 minus 0.999 R0. ഇതിനെങ്ങനെ എഴുതാം? 2.303 by T log concentration of R0 by R0 into 1 minus 0.999. എഴുതാലോ? 1 minus 0.999. ഈ 1 minus 0.999 നിങ്ങൾക്ക് എത്ര തരടാ? 0.0001. that is 10 raised to minus 3. yes, മിസ്സിന്റെ കൂടെ എല്ലാവരും പ്രോബ്ലം ചെയ്യണ്ടല്ലോ. okay, that is k equal to 2.303 by T log, ഇവിടെ R0യും R0യും ക്യാൻസൽ ചെയ്ത് കളയാം. log 1 by 10 raised to log 1 by 10 raised to minus 3, that is 2.303 by T log 10 raised to minus 3. മേലേക്ക് വരുമ്പോൾ ന്യൂമറേറ്റർക്ക് വരുമ്പോൾ എന്താവും? 10 raised to plus 3 ആവും. ഇനി നിങ്ങൾക്കറിയാം log 10 raised to 1 എത്രയാണ്? 1 ആണ്. log 10 raised to 2 എത്രയാണ്? 2 ആണ്. log 10 raised to 3 എത്രയാണ്? 3 ആണ്. അറിയാലോ? യെസ്. അപ്പൊ എന്ത് വരും? 2.303 by T into 3 വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 6.909 by T എന്നായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് T equal to എന്ന് എഴുതാലോ. T equal to 6.909 by K. ഇനി ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇവരെന്താ ചോദിച്ചിരിക്കണേ ക്വസ്റ്റ്യനിലോ? റിയാക്ഷൻ എത്ര ടൈംസ് T ഹാഫിന്റെ എത്ര ടൈംസ് ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. T half equal to for a first order reaction T half equal to 0.693 by K ആണ്. ഇതിനെ ഇക്വേഷൻ 2 എന്നും ഇതിനെ ഇക്വേഷൻ 1 എന്നും കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 gives you T divided by T half equal to എന്ത് വരും? 6.909 by K equal to by 0.693 by K. കെയും കെയും ക്യാൻസൽ ചെയ്തു പോയി. ഇത് ആൻസർ എത്ര വരാ? ഈക്വൽ ടു 10. ഇംപ്ലൈസ് T equal to 10 into T half. അപ്പോൾ ഒരു റിയാക്ഷൻ 99.9% കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈംസ് T half വേണം? 10 times of T half വേണം. ക്ലിയർ ആയല്ലോ പ്രോബ്ലം? യെസ്, പ്രോബ്ലം ക്ലിയർ ആയോ? ഓക്കെ. യെസ് നന്ദ. ഓക്കെ, യെസ്. ഓക്കെ, സോ നമ്മൾ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് പഠിച്ചു. അതിൽ നിന്ന് പ്രോബ്ലംസും ചെയ്തു നോക്കി. എല്ലാവരും പഠിച്ചല്ലോ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ്. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാഫും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കും. ഗ്രാഫ് കണ്ടിട്ട് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കും. ക്ലിയർ? യെസ്, ഓക്കെ ആണ്. ഓക്കെ, യെസ്. നൗ വി മൂവ് ടു കൊളീഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. നമ്മൾ മോളിക്കുലാരിറ്റി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു റിയാക്ടൻസ് കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? റിയാക്ഷൻസ് നടക്കുന്നത്. ഈ റിയാക്ഷൻസ് നടന്നിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഈ റിയാക്ടൻസിനെല്ലാം നമ്മൾ ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഹാർഡ് സ്ഫിയേഴ്സ്. ഈ റിയാക്ടൻസ് കൊളൈഡ് ചെയ്യുമ്പോൾ അവരുടെ എനർജി ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ എനർജി ഇൻക്രീസ് ചെയ്ത് അവരെന്ത് ചെയ്യും? ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് പിന്നെ എന്താവുന്നത്?
പ്രൊഡക്റ്റ് ആവുന്നത്. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് പിന്നെ എന്താവുന്നത്? പ്രൊഡക്റ്റ് ആവുന്നത്. കിട്ടിയല്ലോ? സോ കൊളീഷൻ തിയറി എന്താ പറയണേ? റിയാക്ടൻസിനെ ഹാർഡ് സ്ഫിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണേ. ഈ റിയാക്ടൻസ് വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ അവരുടെ എനർജി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ അവരുടെ എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ഫോം ചെയ്യും? ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആണ് പിന്നെ എന്താവുന്നത്? പ്രൊഡക്റ്റ് ആവുന്നത്. യെസ്, ഇതിനെ എങ്ങനെ മനസ്സിലാക്കാം? ഒരു ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. നോക്കേ ഗ്രാഫ് വരയ്ക്കാലോ? യെസ്, ഹിയർ പൊട്ടൻഷ്യൽ എനർജി ആണ് y ആക്സിസിൽ, x ആക്സിൽ എന്ത് വരും? റിയാക്ഷൻ കോർഡിനേറ്റ് x ആക്സിസിലും വരും. ഓക്കെ, ഇവിടെ റിയാക്ടൻസ് ഉണ്ട്. ഈ റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ആക്ടിവേറ്റഡ് കോംപ്ലക്സിന് ഹൈ എനർജി ആണ്. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് പിന്നെ ആരാവും? പിന്നെയാണ് പ്രൊഡക്റ്റ് ആവുന്നത്. സോ ഹിയർ വി ഹാവ് റിയാക്ടൻസ് ആൻഡ് ഹിയർ വി ഹാവ് പ്രൊഡക്ട്സ്. റിയാക്ടൻസ് കൊളൈഡ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുക? ഹൈ എനർജി ഉള്ള ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ഇങ്ങനെ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാനായിട്ട് റിയാക്ടൻസിന് കുറച്ച് എനർജി ആവശ്യമുണ്ട്. ആ എനർജിയാണ് എന്ത്? ത്രെഷോൾഡ് എനർജി. മിനിമം എനർജി റിക്വയർഡ് ബൈ ദി റിയാക്ടന്റ് ടു ഫോം ദി ആക്ടിവേറ്റഡ് കോംപ്ലക്സ്. ഈ എനർജി ഉണ്ടല്ലോ, ഈ എനർജിയാണ് എന്ത്? ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എനർജി. റിയാക്ടൻസിൽ ഈ വേണ്ട എനർജി, ത്രെഷോൾഡ് എനർജി വേണം. റിയാക്ടൻസിൽ കുറച്ച് എനർജി ഉണ്ടാവും. ആ എനർജിയാണ് എന്ത്? ER. സോ ത്രെഷോൾഡ് എനർജി വേണം, ബട്ട് റിയാക്ടൻസിൻ്റെ എന്തുണ്ട്? കുറച്ച് എനർജി ഉണ്ട്. അതാണ് എന്ത്? ER. ഇനി കുറച്ചും കൂടി എനർജി കിട്ടിയാൽ എന്താ ഉണ്ടാവുള്ളൂ? ത്രെഷോൾഡ് എനർജി ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ആ വേണ്ട എക്സ്ട്രാ എനർജി ഉണ്ടല്ലോ, റിയാക്ടൻസിന് ആവശ്യമുള്ള എക്സ്ട്രാ എനർജി. ആ എക്സ്ട്രാ എനർജിയാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. ഈ ആവശ്യമുള്ള എക്സ്ട്രാ എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. ദിസ് വൺ ഈസ് അവർ ആക്ടിവേഷൻ എനർജി. എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡിനോട്ടഡ് ബൈ EA. ആക്ടിവേഷൻ എനർജിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്? EA. That is threshold energy will be equal to reactant energy ER plus activation energy EA. Yes, threshold energy equal to reactant energy ER plus activation energy EA. ഒന്നുകൂടി നോക്കാലോ. എന്താണ് അപ്പോൾ threshold energy? Minimum energy required by the reactants to form the activated complex. Activation energy എന്താണ്? The extra energy required by the reactant molecule to form the activated complex. കിട്ടിയല്ലോ മക്കൾക്ക് എല്ലാവർക്കും? കിട്ടിയല്ലോ? യെസ്. സോ ഇതോടുകൂടി നമുക്ക് ഒരു റേറ്റിനുള്ള കോൺസെൻട്രേഷന്റെ ഇൻഫ്ലുവൻസ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഫസ്റ്റ് ഫാക്ടർ എന്തായിരുന്നു? കോൺസെൻട്രേഷൻ. റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ എന്തായിരുന്നു? കോൺസെൻട്രേഷൻ. ഇനി രണ്ട് ഫാക്ടേഴ്സും കൂടി ഉള്ളൂ. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ആൻഡ് catalyst. First one, catalyst. Effect of catalyst. ആരെയാണ് മക്കളെ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക? കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക? ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? കാറ്റലിസ്റ്റ്. സോ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? increases the rate of reaction. റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? കാറ്റലിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൗ. എങ്ങനെയാണ് കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുന്നത്? എങ്ങനെയാ? ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇത്രയും എനർജി വേണം, ത്രെഷോൾഡ് എനർജി വേണം ഇത്രയും. ഇനി ത്രെഷോൾഡ് എനർജിന് കുറച്ച് എനർജി റിയാക്ടൻസിൻ്റെ ഉണ്ട്, കുറച്ചും കൂടി എനർജി വേണം. അതാണെന്ത്? ആക്ടിവേഷൻ എനർജി. ഈ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുക? ഈ ആക്ടിവേഷൻ എനർജിയുടെ റിക്വയർമെന്റിനെ കുറയ്ക്കും. ഡിക്രീസസ് ദി ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ മോളിക്യൂൾസിന് റിയാക്ട് ചെയ്യാൻ സാധിക്കും. സോ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യണേ? കാറ്റലിസ്റ്റ് ഡിക്രീസസ് ദി
activation energy. Decreases the activation energy. എങ്ങനെയാ? വേറെ ഏതെങ്കിലും റിയാക്ഷൻ പാത്വേ വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് എന്ത് ചെയ്യും? ആക്ടിവേഷൻ എനർജിനെ കുറയ്ക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൂടുതൽ റിയാക്ടൻസിന് റിയാക്ട് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആവും. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് പിന്നെ പ്രൊഡക്റ്റ് ആവും. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ഇൻക്രീസസ്. നോക്കിയേ, it is believed that catalyst provide an alternate pathway or reaction mechanism by reducing the activation energy. ആദ്യത്തേല് വിത്തൗട്ട് കാറ്റലിസ്റ്റ് ഇത്രയായിരുന്നു ആക്ടിവേഷൻ എനർജി എങ്കിൽ വിത്ത് കാറ്റലിസ്റ്റോ ആക്ടിവേഷൻ എനർജി കുറഞ്ഞു. കാറ്റലിസ്റ്റ് അപ്പം എന്ത് ചെയ്യുക? ആക്ടിവേഷൻ എനർജീനെ ഡിക്രീസ് ചെയ്യും. ആക്ടിവേഷൻ എനർജി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷന്റെ റേറ്റ് എന്തുണ്ടാവും? ഇൻക്രീസ് ആവും. ഓക്കെ ആണല്ലോടാ? ഓക്കെ, ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. The role of a catalyst is to change the എന്താണ്? is to change the പറഞ്ഞിട്ട് എല്ലാവരും? യെസ്, എന്താണ്? ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ. റിയാക്ഷന്റെ ആക്ടിവേഷൻ എനർജിനെ ചേഞ്ച് ചെയ്ത് ആ റിയാക്ഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യും. അതാണ് എന്ത്? കാറ്റലിസ്റ്റിന്റെ റോൾ. ഓക്കെ ആണല്ലോ? Then explain how and why will the rate of reaction for a given reaction be affected when a catalyst is added. പറയേണ്ട കാര്യമില്ലല്ലോ. കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. How? By decreasing the activation energy. By decreasing the activation energy. Okay, then we move on to temperature dependence of the rate of reaction. Experimental study നടത്തുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു റിയാക്ഷന്റെ റേറ്റ് T1 ടെമ്പറേച്ചറിൽ R1 ആണ് റേറ്റ് എങ്കിൽ T2 ടെമ്പറേച്ചറിൽ അതിന്റെ റേറ്റ് വരാ T2 അല്ല T1 പ്ലസ് 10 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഈസ് T1 ടെമ്പറേച്ചറിൽ ഒരു 10 ഡിഗ്രി സെൽഷ്യസും കൂടി ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് എന്താവുന്നത്? 2R1 ആവുന്നത്. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് എന്താവുന്നുണ്ട്? റിയാക്ഷന്റെ റേറ്റ് ഡബിൾ ആവുന്നുണ്ട്. ഇതെങ്ങനെയാ നമുക്ക് മനസ്സിലാവാ? ഇത് നമുക്ക് പറഞ്ഞു തരാൻ വന്ന ഗ്രാഫാണിത്. മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഈ കർവ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണേ. നമുക്ക് നോക്കാലോ. മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. വൈ ആക്സിസിൽ എന്താണ്? ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന് എടുക്കും. വൈ ആക്സിസിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. എക്സ് ആക്സിസിൽ വരുന്ന ആൾക്കാരാണെന്ത്? കൈനറ്റിക് എനർജി. എക്സ് ആക്സിസിലാണ് ആര് വരുന്നത്? കൈനറ്റിക് എനർജി. ഇനി ഈ കർവ് എങ്ങനെ വരണമെന്ന് നോക്കാം. അറ്റ് ടെമ്പറേച്ചർ ടി. അറ്റ് ടെമ്പറേച്ചർ ടിയിൽ കർവ് വരുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഇത്രയും വരാം. ഈ ഗ്രാഫിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും വരെയുള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന് ലോ കൈനറ്റിക് എനർജി ആയിരിക്കും. ഇത്രയും ഉള്ള ആൾക്കാർക്ക് മോഡറേറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കും. ആൻഡ് ദിസ് വൺ, ഇത്രയും ആൾക്കാരുണ്ടല്ലോ, ഈ ഷെയ്ഡ് ചെയ്ത ആൾക്കാർക്ക് എന്തായിരിക്കും? ഹൈ കൈനറ്റിക് എനർജി ആയിരിക്കും. ഈ ഹൈ കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസിന് മാത്രമേ എന്താ ഉണ്ടാവുള്ളൂ? ആക്ടിവേഷൻ എനർജി ബാരിയറിനെ ക്രോസ് ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആർക്ക് മാത്രം? ഈ ഹൈ കൈനറ്റിക് എനർജി ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ഫോം ചെയ്യാൻ പറ്റുള്ളൂ? ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ടെമ്പറേച്ചർ കൂട്ടി, ഒരു 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നു? 10 ഡിഗ്രി സെൽഷ്യസ് കൂട്ടുമ്പോൾ ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നു? ഗ്രാഫ് ഇങ്ങനെയാണ്, ഒന്ന് ബ്രോഡൺ ആവാണ് ഗ്രാഫ് ഉണ്ടാവുന്നത്. ഗ്രാഫിന് എന്ത് സംഭവിക്കുന്നു? ബ്രോഡൻ ചെയ്യണം. നോക്കിയേ, അപ്പോൾ ഹൈ കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂൾസിന്റെ നമ്പർ നോക്കിയേ, ഗ്രാഫ് നോക്കിയേ. ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന് എന്ത് സംഭവിക്കുന്നു?
ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന്റെ നമ്പർ ഡബിൾ ചെയ്യുന്നുണ്ട് ഇല്ലടാ. ഇത് ഇത്രയും ആൾക്കാർക്കും കൂടി ഹൈ കൈനറ്റിക് എനർജി വന്നു. അങ്ങനെ ഹൈ കൈനറ്റിക് എനർജി വന്നു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് അത്രയും ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യാം. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്താൽ അതെന്താവും, പ്രൊഡക്റ്റ് ആവും. ദാറ്റ് ഈസ് ആസ് ദി ഫ്രാക്ഷൻ ഓഫ് റിയാക്റ്റീവ് മോളിക്യൂൾസ്. കൈനറ്റിക് എനർജി ഉള്ള ഹൈ കൈനറ്റിക് എനർജി ഉള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന്റെ നമ്പർ കൂടാണെങ്കിൽ റിയാക്ഷന്റെ റേറ്റും എന്താവും, ഡബിൾ ആവും. യെസ്, ഓക്കെ, ഡബിൾ ആയി. യെസ്, ഗുഡ്. Fraction of molecules with high kinetic energy double I. That means reaction rate double I. Clear ആയല്ലോ? Yes, that is. ഇത് ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Increasing the temperature of the substance increases the fraction of molecules which collide with energies greater than the activation energy. Yes, it is clear from the graph that in the curve at T plus 10, the area showing the fraction of molecules. ഏത് ഏരിയ ആടാ? The E area. Area showing the fraction of molecule having energy equal to or greater than the activation energy get doubled, leading to doubling the rate of reaction. Okay. കിട്ടിയല്ലോ? Then we move on to Arrhenius equation. Arrhenius equation വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇക്വേഷൻ നോക്കാലോ. എന്താണ് Arrhenius equation? A അല്ലല്ലോ, റേറ്റ് കോൺസ്റ്റന്റ് K equal to A into E raised to minus EA by RT. ഇതാണ് എന്ത്? Arrhenius equation. K equal to A into E raised to minus EA by RT. ഇതാണ് എന്താ? Arrhenius equation. ഓക്കെ, ഇനി ഇതിൽ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇവരാരൊക്കെയാന്ന്? K എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റ് ആണ്. A എന്താണ്? Arrhenius factor or frequency factor. Frequency factor or pre-exponential factor. Pre-exponential factor. ഇനി ഈ ടേംസ് ഉണ്ടല്ലോ, ഈ ടേം മൈനസ് ഇ എ ബൈ ആർ ടി, മൈനസ് ഇ എ ബൈ ആർ ടി. മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറയുന്ന ടേം എന്തിനെ ഡിനോട്ട് ചെയ്യണേ? അവരിത് ഈ ഗ്രാഫിലത്തെ ഈ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിനെയാണ് ഡിനോട്ട് ചെയ്യണേ. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് വിത്ത് എനർജി ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി. അതാരാണ്? ഇവരാണ്. യെസ്, kinetic energy greater than the activation energy. That is factor E raised to minus EA by RT corresponds to fraction of molecules that have kinetic energy greater than EA. EA എന്താണ്? activation energy ആണ്. EA activation energy. activation energy. R എന്താടാ? R is universal gas constant and T എന്താണ്? T temperature ആണ്. യെസ്, നന്ദൂസേ ടൈം ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. ഓർഡർ ഓഫ് റിയാക്ഷൻ്റെ അല്ലേ? ഓക്കെ, ദെൻ ഒരു പ്രോബ്ലം ആണ്, നോക്കാം നമുക്ക് ആ പ്രോബ്ലം. ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ക്വാഡ്രബിൾസ്. ക്വാഡ്രബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? 4 times ആവുന്നു. ക്വാഡ്രബിൾസ് മീൻസ് 4 times. When the temperature changes from 293 Kelvin to 313 Kelvin. Calculate the energy of the activation, energy of the reaction, assuming that it does not change with temperature. ഈ പ്രോബ്ലത്തിലേക്ക് പോണേക്കാളും മുമ്പ് നമുക്ക് എന്ത് പഠിക്കണം? Arrhenius equationന്റെ ഗ്രാഫും പഠിക്കണം. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷനും വേണം, അതും പഠിക്കണം. യെസ്, അത് പഠിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് വരാം. ഫസ്റ്റ് നമുക്ക് Arrhenius equationന്റെ ഗ്രാഫ് പഠിക്കാം. എങ്ങനെയാ? K equal to A into E raised to minus EA by RT. അല്ലോ, ഇതാണ് നമ്മുടെ Arrhenius equation. എന്തെടുക്കാം? ലോഗ് എടുക്കാം. ദാറ്റ് ഈസ് ln K equal to ln A into ln E raised to x വരാം, x എന്ന് തന്നെയായിരിക്കും, മൈനസ് ഇ എ ബൈ ആർ ടി. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാലോ. ദാറ്റ് ഈസ് ln K equal to minus EA by R
into 1 by t plus log a. ഇതിനൊരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? y equal to mx plus c. ഇല്ലേടാ? സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് സിമിലാരിറ്റി തോന്നുന്നില്ലേ? യെസ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാലോ? ഗ്രാഫ് വരയ്ക്കാം. യെസ്, ഗ്രാഫ് വരയ്ക്കാലോ? യെസ്. വിത്ത് y ആക്സിസിൽ ആരായിരിക്കും? y ആക്സിസിൽ ലോഗ് k ആയിരിക്കും, ln k ആയിരിക്കും. x ആക്സിസിൽ 1 by t ആയിരിക്കും. ആൻഡ് it's a straight line with negative slope minus ea by r. നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും വിത്ത് y ഇന്റർസെപ്റ്റ് ആരായിരിക്കും? ln a ആയിരിക്കും y ഇന്റർസെപ്റ്റ്. അപ്പൊ എന്ത് വരും ഗ്രാഫ്? y ഇന്റർസെപ്റ്റ് എന്ത് വരും? ln a ആയിരിക്കും y ഇന്റർസെപ്റ്റ്. സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് ea by r. ഇതാണ് എന്ത്? അർഹെനിയസ് ഇക്വേഷന്റെ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. യെസ്, ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി ഒരൊറ്റൊരു കാര്യം കൂടി പഠിച്ചാൽ മതി. എന്താണത്? നമുക്ക് ഈ പ്രോബ്ലം ചെയ്യണമല്ലോ. പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. സേ T1 ടെമ്പറേച്ചറിൽ എൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് K1 ആണെങ്കിൽ T2 ടെമ്പറേച്ചറിൽ എൻ്റെ റേറ്റ് കോൺസ്റ്റന്റ് K2 ആണ്. T1 ടെമ്പറേച്ചറിൽ റേറ്റ് കോൺസ്റ്റന്റ് K1ഉം T2 ടെമ്പറേച്ചറിലുള്ള റേറ്റ് കോൺസ്റ്റന്റ് K2 ആണെങ്കിൽ വാട്ട് ഈസ് ദി റിലേഷൻ ബിറ്റ്വീൻ K1 ആൻഡ് K2? K1ഉം K2ഉം തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? യെസ്, അതെങ്ങനെ പറഞ്ഞുതരും? അതൊരൊറ്റ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് 1 ഇക്വേഷൻ. ഇസ്മായിൽ ഹായ്, ഇപ്പോഴാണോ വരുന്നത്? എന്തായിരിക്കും? ലോഗ് K2 by K1 equal to EA by 2.303 R T2 minus T1 by T1 T2. ഈ ഒരൊറ്റൊരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ലോഗ് K2 by K1 equal to EA by 2.303 R T2 minus T1 by T1 T2. ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, ഇക്വേഷൻ മാത്രം മതി നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഡെറിവേഷന്റെ ആവശ്യമില്ല. ഇല്ലടാ റാനിയ, ഡെറിവേഷൻ പഠിക്കണ്ട. ജസ്റ്റ് ആ ഗ്രാഫ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ഇക്വേഷൻസും പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് കൂടുതലും പ്രോബ്ലംസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്, ഡെറിവേഷൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ റാനിയ? യെസ്. ഓക്കെ, താങ്ക് യു സ്കോളേഴ്സ്റ്റിക്ക്, താങ്ക് യു. ഓക്കെ, സോ ഇക്വേഷൻ പഠിച്ചല്ലോ. ലോഗ് K2 by K1 equal to EA by 2.303 R. 2.303 R-ന്റെ 2.303 R T2 minus T1 by T1 T2. Okay, now coming on to the question. The rate of reaction quadruples എന്ന് പറഞ്ഞാൽ 4 times ആയി when the temperature changes from 293 Kelvin to 313 Kelvin. So T1 എന്താണ്? T1 293 Kelvin ആണ്. അതിലുള്ള K1 റേറ്റ് കോൺസ്റ്റന്റ് K1 എടുക്കുകയാണെങ്കിൽ T2 ടെമ്പറേച്ചറിൽ T2 എത്രയാണ്? 313 Kelvin ആണ്. 313 Kelvinൽ K2 എന്തായിരിക്കും? K2 equal to 4 times K1 ആണ്. The rate of reaction quadruples. റേറ്റ് ഡബിൾ ആവാന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റും ഡബിൾ ആവാണ്. റേറ്റ് 4 times ആവാണെങ്കിൽ റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ 4 times ആവുന്നുണ്ട്. യെസ്. ഓക്കെ, K2 equal to 4K1. Calculate the energy of actuation of the reaction assuming that it does not change with the temperature. Actuation energy ടെമ്പറേച്ചറിനനുസരിച്ച് മാറുന്നില്ല എന്ന് അസ്യൂം ചെയ്തിട്ട് കാൽക്കുലേറ്റ് ദി എനർജി ഓഫ് ആക്ടിവേഷൻ. ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഈ എ കണ്ടുപിടിക്കാനാണ് അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ചെയ്യാലോ? യെസ്. എന്താണ് ഇക്വേഷൻ? ലോഗ് K2 by K1 equal to EA by 2.303 R T2 minus T1 by
T1 T2. Yes, substitute ചെയ്ത് നോക്കല്ലോ. എന്ത് വരും log K2 എത്രയാടാ? K2 equal to 4K1. That is 4K1 by K1 equal to EA by 2.303 R into T2. T2 എത്രയാണ്? 313 minus 293 by 313 into 293. ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. R equal to എത്ര വരും? ആറിന്റെ വാല്യൂ എത്രയാണ്? ഇൻ ജൂൾസ് 8.314 അല്ലടാ. 2.303 into 8.314. That is K1 ഉം cancel ആയി. EA equal to എന്ത് വരും? log 4 into 2.303 into 8.314 into 313 into 293 by 313 minus 293. 313 minus 293. കെവിൻ, നിങ്ങൾക്ക് ലോഗരിതം ബുക്ക് യൂസ് ചെയ്യാമല്ലോ. ലോഗരിതം ബുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ log 4, 5, 6 ലോഗിന്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. യെസ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. 313 minus 293 gives you 313 minus 293 എത്ര തരൂടാ? 313 minus 293 equal to 20. ഇത് ചെയ്യുമ്പോൾ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 52854.55 ജൂൾസ് എന്നായിരിക്കും. ദാറ്റ് ഈസ് your activation energy EA equal to 52854.55 joules. Okay ആണോ? യെസ്, 5 into 10 raised to 4 അങ്ങനെ എഴുതാം. എന്താ? ഓക്കെ, 10 raised to 4 joules. 5 into 10 raised to 4 joules per mole. ഓക്കെ, അതും ശരിയാണ്. ലോഗ് വാല്യൂസ് ബുക്ക് അലൗഡ് അല്ലെങ്കിൽ ലോഗ് വാല്യൂസ് ഒന്നും ആരെ കൊണ്ടും എല്ലാ ലോഗ് വാല്യൂസും ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റില്ല. സോ ക്വസ്റ്റ്യന് ആവശ്യമുള്ള ലോഗ് വാല്യൂസ് അവര് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ കമ്മിങ് ഓൺ ടു അവർ ലാസ്റ്റ് പ്രോബ്ലം. ഇതാണ് ലാസ്റ്റ് പ്രോബ്ലം. ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ഇന്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ഈസ്. എന്തായിരിക്കടാ? ഇത് എന്തിന്റെ ഗ്രാഫാ? Arrhenius equationന്റെ ഗ്രാഫ് അല്ലേ? Arrhenius equationന്റെ ഗ്രാഫ് അല്ലേടാ? നോക്കേ, ഇവിടെ നമ്മൾ വരച്ച അതേ ഗ്രാഫ് അല്ലേ അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? യെസ്. സോ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? The intercept and slope of the graph is. Intercept എന്താണ് നമ്മൾ പഠിച്ചേ? Intercept എന്താണ്? log a ആണ് intercept. Slope equal to minus EA by R. Arrhenius equation സോൾവ് ചെയ്ത് നമ്മൾ ഗ്രാഫ് വരച്ച് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇങ്ങനെ ഗ്രാഫ് തന്നിട്ട് നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. സ്ലോപ്പും y ഇന്റർസെപ്റ്റും ചോദിക്കും. യെസ്, ക്ലിയർ ആണല്ലോ? യെസ്, ഓക്കെ. ദെൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നില്ല, വൺ മോർ ക്വസ്റ്റ്യൻ. The activation energy of a chemical reaction can be determined by. എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാം? നമ്മളിത് ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിച്ചു. അത് തന്നെയാണ് അവർ ചോദിക്കുന്നത്. ആക്ടിവേഷൻ എനർജി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ. യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. സി എന്നാണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആണ് സി. യെസ്, ഇത് സി. ഓക്കെ, ഡിറ്റർമൈൻഡ് ബൈ. Activation energy of a chemical reaction can be determined by. Yes, എന്താണ്? Determining the rate constant at two different temperature. അല്ലടാ, T1 K1 T2 K2 എടുത്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ച് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തത്. That is, activation energy of a chemical reaction can be determined by determining the rate constant at two different temperatures. Yes, option B ആണ് answer. Okay, good. So
ഇന്നത്തെ ക്ലാസ് കെമിക്കൽ കൈനറ്റിക്സ് മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസും ഇക്വേഷൻസും എല്ലാം പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ എല്ലാവരും ആൻസർ ചെയ്യല്ലോ? സെറ്റ് അല്ലേടാ? ചാപ്റ്റർ മൊത്തം ഹോൾ ചാപ്റ്റർ സെറ്റ് അല്ലേ? ന്യൂമറിക്കൽ പ്രോബ്ലംസ് ധാരാളം ചോദിക്കുന്ന ചാപ്റ്റർ ആണ് ഇത്, കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർ. വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. സോ എല്ലാവർക്കും ക്ലാസ് എടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കണോ? നിങ്ങളുടെ ക്ലാസ്സിന്റെ സജഷൻസും അഭിപ്രായങ്ങളും കമന്റ് ചെയ്തോളൂ. ഓക്കെ, നന്ദൂസ് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് അടുത്തൊരു സെക്ഷനിൽ വരാട്ടെ നന്ദൂസ്. ഓക്കെ ആണല്ലോ? യെസ്. സോ എക്സാമിന് ഓൾ ദി വെരി ബെസ്റ്റ്. യെസ്, ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Good night. Thank you. Yes, good night. Thank you. Okay. Thank you. Thank you all.